ഗുഡ് ഈവനിങ്. നമ്മളിന്ന് JEE എക്സ്പ്രസ് ഷുവർ ഷോട്ടിൻ്റെ ഒരു ലൈവാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ആൾക്കാർക്കും സ്വാഗതം. നമുക്ക് കഴിഞ്ഞ 8 എക്സാമുകൾ, ആ എക്സാമുകൾ ഒന്ന് അനാലിസിസ് നടത്തുന്ന സമയത്ത് ചില ട്രെൻഡുകളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും നമ്മളിപ്പോൾ ഇതൊരു മെമ്മറി ബേസ്ഡ് എക്സാമിനെ ബേസ് ചെയ്ത് നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസിനെ അനാലിസിസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഏതായെന്നും ആ ചാപ്റ്ററിൽ ഏതൊക്കെ ടോപ്പിക്കിലാണ് ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഡയറക്റ്റ്ലി ഈ ചാപ്റ്റേഴ്സ് നോക്കുന്ന സമയത്ത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ചാപ്റ്റർ കോണിക് സെക്ഷനാണ്. അത് നമ്മൾ പ്രീവിയസ് ലൈവിലൊക്കെ പറഞ്ഞതാണ്. 2Dയിൽ ഏറ്റവും ക്വസ്റ്റ്യൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് കോണിക്കാണ്. നമുക്ക് 8 എക്സാമിൽ 17 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 2 ക്വസ്റ്റ്യനെക്കാട്ടിലും കൂടുതലൊക്കെ വന്നിട്ടുണ്ട് ഓരോ ഷിഫ്റ്റിലും. ചില ഷിഫ്റ്റിൽ 3 എണ്ണം ആയിട്ടുണ്ട്, ചില ഷിഫ്റ്റിൽ 2 എണ്ണം. ആ ഒരു രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ നമുക്കൊരു അറൗണ്ട് 19 അല്ലെങ്കിൽ ഒരു 20 ക്വസ്റ്റ്യൻസൊക്കെ ആൾക്കാർ മെമ്മറൈസ് ചെയ്തതിൻ്റെ ബേസിലുള്ള ഡാറ്റയാണിത്, ആക്ച്വൽ ഡാറ്റയല്ല. അപ്പോൾ ഇതിൽ കൂടാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. പിന്നെ ബൈനോമിയൽ തിയറം 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 8 ക്വസ്റ്റ്യൻസിലാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദം സീരീസ് ആണ്. അതിൽ ഒരു പകുതി മിസ്ലിനൈസ് ആയി കിടക്കുന്ന സീരീസുകളെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. പിന്നെ എന്ന് പറയുന്നത് കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. പിന്നെ റിമൈൻഡറിൻ്റെ പ്രോബ്ലം ഒന്നും ഇതുവരെ ചോദിച്ച് കണ്ടില്ല. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സീരീസിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രോബബിലിറ്റിയിൽ ആണെന്നുണ്ടെങ്കിൽ റാൻഡം വേരിയബിളിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രോബബിലിറ്റിയിൽ മോസ്റ്റ് ഓഫ് ദ ഷിഫ്റ്റിലും വന്നിട്ടുള്ളത്. ലിമിറ്റ്സിലൊരു 4 ക്വസ്റ്റ്യനാണ്. ഏരിയ അണ്ടർ ദി കർവ് എല്ലാ ഷിഫ്റ്റിലും ഓരോ ക്വസ്റ്റ്യൻ വെച്ച് വന്നിട്ടുണ്ട്. അത് മൾട്ടിപ്പിൾ ചാപ്റ്റർ കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് കോണിക്കിനെ കുറിച്ചൊരു ചെറിയൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഈ പറയുന്ന ഗ്രാഫുകളൊക്കെ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാനൊക്കെ പറ്റുക. അതിലും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിൽ അഡ്ജോയിൻറ്റിൻ്റെ പ്രോപ്പർട്ടി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ക്ലാസ് എടുത്ത സമയത്തെ പറഞ്ഞതാണ്. അഡ്ജോയിൻറ്റിൻ്റെ പ്രോപ്പർട്ടി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊരു 3-4 ഷിഫ്റ്റിലേറ്റ് ആ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ 8 എക്സാമിൽ 4 എണ്ണത്തിലും അഡ്ജോയിൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ അതുപോലെ തന്നെ ഡിറ്റർമിനൻറ്റിൽ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻസിനെ ബേസ് ചെയ്ത് 1, 2, 3 ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. ദെൻ ഇൻ്റഗ്രേഷൻ 1, 2 നോക്കുന്ന സമയത്ത്, അതായത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഡെഫിനിറ്റ് ഇൻ്റഗ്രേഷൻ, അതിൽ ചില ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് ലെങ്തി ആണ്. ബട്ട് ഇതിൽ നമ്മൾ പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള പറഞ്ഞു വെച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ഇൻ്റഗ്രേഷനൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ബോക്സ് ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഫ്രാക്ഷണൽ പാർട്ട് ഫങ്ഷൻസ്, ഇങ്ങനത്തെ ഫങ്ഷൻസിൻ്റെ ചില ഐഡിയാസും കൂടി വേണം അതൊക്കെ ചെയ്യുന്ന സമയത്ത്. ട്രിഗണോമെട്രിയിലേക്ക് വരുന്ന സമയത്ത് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല സിലബസിൽ എന്നുണ്ടെങ്കിൽ കൂടിയും എക്സാമിന് 3 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യനായിട്ട് ടോട്ടൽ എന്ത് ചെയ്തിട്ടുണ്ട്, സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ള നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പ്രോബ്ലംസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ tan 3x = cot x ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ എത്ര സൊല്യൂഷൻ ഉണ്ട്, 0 to 2π ആണെന്ന് തോന്നുന്നു, എത്ര സൊല്യൂഷൻസ് ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. ഗ്രാഫ് വരച്ചിട്ടൊക്കെ ചെയ്യാം, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റിലേഷൻസ് ഫങ്ഷൻസ്, റിലേഷൻസിൻ്റെ ഏറ്റവും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ഒന്ന് ഫങ്ഷൻസിനെ റിലേഷൻസിനെ കൗണ്ട് ചെയ്യാൻ, സിമെട്രിക് റിലേഷൻസ് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക, അങ്ങനത്തെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഫോർമുല പ്രോബ്ലം ആണത്. പിന്നെ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു റിലേഷൻഷിപ്പിനെ എക്സും വൈയും തമ്മിലൊരു റിലേഷൻ പറഞ്ഞതിന് ശേഷം ആ റിലേഷനിലെ എലിമെൻറ്റ്സ് എഴുതിയിട്ട് സിമെട്രിക് ആവാനും അതുപോലെ ഈ പറയുന്ന പെർട്ടിക്കുലർ റിലേഷൻ റിഫ്ലെക്സീവ് ആകാൻ എത്ര എലിമെൻറ്റ്സ് ആഡ് ചെയ്യണം എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. റിലേഷനിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എത്ര എണ്ണം റിക്വയർഡ് ആണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഫങ്ഷൻസിലേക്ക് വരുന്ന സമയത്ത് ഡൊമെയിൻ പ്രോബ്ലംസ് ആൻഡ് ഫങ്ഷണൽ ഇക്വേഷൻസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫങ്ഷൻസിൽ ചോദിച്ച ഈ 8 ക്വസ്റ്റ്യൻസ് കണ്ടതിൽ ഒരു 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യന് ഡൊമെയിനാണ്. അത് ലോഗ് മൾട്ടിപ്പിൾ കോമ്പോസിഷൻ നടത്തിയിട്ടുള്ള ഫംഗ്ഷനും അതുപോലെ തന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെയും കോമ്പിനേഷനിലാണ് പ്രോബ്ലംസ് നിൽക്കുന്നത്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് നന്നായിട്ട് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ.
ദെൻ പ്രോബബിലിറ്റിയിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇതുവരെ ബയസ് തിയറത്തിൽ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. സോ യു ഹാവ് ടു ചെക്ക് ഓൺ ദാറ്റ്. ആ പറയുന്ന ടോപ്പിക്കിലൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ബിക്കോസ് ഇനി വരും ഷിഫ്റ്റിൽ ചിലപ്പോൾ ഈ പറയുന്ന ട്രെൻഡിൽ നിന്ന് മാറി ചിലപ്പോൾ ചില പുതിയ ക്വസ്റ്റ്യൻസും അവർ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. വൺ ഓഫ് ദി മേജർ ടോപ്പിക്കാണ് ബയസ് തിയറും. PYQലൊക്കെ നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുവരെ വന്ന ഷിഫ്റ്റിൽ ബയസ് തിയർ ഇല്ല എന്നുള്ളത് കൊണ്ട് ബയസ് തിയറും വരില്ല എന്നല്ല, അത് ചിലപ്പോൾ അടുത്ത ഷിഫ്റ്റിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. കോർഡിനേറ്റ് ജോമെട്രി ആൻഡ് സർക്കിൾസ്, ഇതിൽ ഒരു 7 ക്വസ്റ്റ്യൻ സർക്കിൾസിൽ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ ഓർത്തോ സെൻറ്ററിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ടുള്ള ഒരു ഐഡിയൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സ്ട്രെയിറ്റ് ലൈനിൽ വന്നിട്ടുള്ളത്. ട്രയാങ്കിളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കേട്ടോ. ദെൻ കോംപ്ലക്സ് നമ്പറിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അറൗണ്ട് ഒരു 10 ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ 2-3 ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ക്യൂബ് റൂട്ട് യൂണിറ്റുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു ക്വസ്റ്റ്യന്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈ പറയുന്ന എൻറ്റയർ സെഗ്മെൻറ്റിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. നമ്മൾ നോക്കുന്ന ചാപ്റ്റേഴ്സ് മൊത്തം നോക്കുന്ന സമയത്ത് ഏറ്റവും ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്ന ടോപ്പിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൽ ആകെ ഒരു ഷിഫ്റ്റിൽ മാത്രമാണ് കുറച്ച് ലെങ്തി ആയിട്ട്, അത് ക്വസ്റ്റ്യൻ ടഫല്ല, ലെങ്തി ആയിട്ട് വന്നിട്ടുള്ളത് ഒരേ ഒരു ഷിഫ്റ്റിൽ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വെരി ഡയറക്റ്റ് ആൻഡ് ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസിയാണ്, ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും 4 മാർക്കാണ് കിട്ടുന്നത് എന്ന് മറന്നു പോകരുത് കേട്ടോ. വെക്ടർ ആൻഡ് 3D, വെക്ടർ ആൻഡ് 3Dയിലേക്ക് വരുന്ന സമയത്ത് 3Dയിൽ ചില ക്വസ്റ്റ്യൻസ് കുറച്ച് ലെങ്തിയർ ആകുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ക്വസ്റ്റ്യൻസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ പ്രോബ്ലം, അതേപോലെ തന്നെ ലൈന് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ്, നമ്മൾ ഏകദേശം പ്രഡിക്റ്റബിൾ ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ക്വസ്റ്റ്യൻസൊക്കെ ആ രീതിയിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രെയിമൊന്നും മാറ്റിയിട്ടില്ല, പക്ഷേ ചില ക്വസ്റ്റ്യൻസ് കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് 3Dയിൽ. വെക്ടറിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്, അതുപോലെ ബോക്സ്, ഈ പറയുന്നതിൻ്റെ അപ്ലിക്കേഷൻസും പ്രോപ്പർട്ടീസും വെച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. PNCയിലേക്ക് വരുന്ന സമയത്ത് ഒരു ഷിഫ്റ്റിൽ നമുക്ക് റാങ്ക് ഓഫ് ദി വേർഡ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു 2 ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് PNCയിൽ. അങ്ങനെ വെരി കൺഫ്യൂസിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ടോപ്പിക്കൊക്കെ തന്നെ ആയിരുന്നു PNCയിൽ വന്നിരുന്നത്. തിയറി ഓഫ് ഇക്വേഷൻസ്, ആ പറയുന്നതിൽ വന്നിട്ടുള്ള ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസിലൊക്കെ നമ്മൾ കണ്ട് മോഡുലസിൻ്റെ ഇക്വേഷൻസ് തന്നിട്ട് എത്ര സൊല്യൂഷൻ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഇനി വരും ഷിഫ്റ്റിലും അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ചെയ്യാൻ കിട്ടുന്ന രീതിയിലാക്കി വെക്കണം കേട്ടോ. പിന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൽ ഒരു 5 ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ട്. അതും സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും സിംപ്ലിഫിക്കേഷനൊക്കെ ആയിട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. സീക്വൻസ് ആൻഡ് സീരീസിലേക്ക് വരുന്ന സമയത്ത് അതിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് സീരീസിൻ്റെയും AP-GP റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ആയിരുന്നു. ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു പിക്ചർ, അത് നമുക്ക് മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. നമുക്ക് കുട്ടികൾ തന്നിട്ടുള്ള ഷെയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് ഇതാണ് നമ്മൾ കാണുന്നത്. സോ 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഒന്നാമത്തേത് കോണിക് സെക്ഷൻ ഒന്നും കൂടി നന്നായിട്ട് റിവൈസ് ചെയ്യുക. 2 സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രോബ്ലംസും റിവിഷനൊക്കെ നന്നായിട്ടൊന്ന് നടത്തി വെക്കുക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വന്നതിലില്ലേ ചില ഐഡിയാസ്, നമുക്ക് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ എന്തൊക്കെ ആലോചിക്കണം എന്നുള്ളത് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് മൂവ്. സോ ദിസ് ഈസ് y square equal to 16x ഒരു പരാബോള. ഫ്രം ദിസ് പോയിന്റ് 16,16 a focal chord is passing alpha beta which divides the focal chord in the ratio 2:3, then minimum value of alpha plus beta. So here ഒരു particular പരാബോള ഉണ്ട്, y square equal to 16x. So y square equal to 16x എന്ന് പറയുന്ന പരാബോള ഈ ഒരു പെർട്ടിക്കുലർ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എക്സ് ആക്സിന് സിമെട്രിക് ആണ്. ഇത് ഫോക്കൽ കോഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് പാസസ് ത്രൂ ദി ഫോക്കസ് ഓഫ് ദി പരാബോള, ദാറ്റ് ഈസ് 4,0. 4,0 പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് 16,16 എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ് ഇവിടെ ഈ പറയുന്ന ഫോക്കൽ കോഡിൻ്റെ 1 എൻഡ് പോയിന്റ്. ദെൻ
നമുക്ക് ഈ പറയുന്ന കറസ്പോണ്ടിങ് പോയിന്റിൻ്റെ പാരാമെട്രിക് കോർഡിനേറ്റ് AT², 2AT എന്നുള്ള ഫോർമാറ്റിൽ എഴുതിയാൽ ഇവിടുത്തെ A വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ദാറ്റ് ഈസ് 4T², 8T എന്നായിരിക്കും. സോ ടീൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടാൻ നമുക്ക് y കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യാം. 16 = 8T. സോ T വാല്യൂ ഇവിടെ എത്രയാണ്? 2 ആണ്. ഇവിടെ T വാല്യൂ 2 ആണെങ്കിൽ അതർ എൻഡ് പോയിന്റിലെ T വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും. സോ T ഡാഷ് എന്ന് പറയുന്നത് -1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന അതർ എൻഡ് പോയിന്റിൽ ലൊക്കേഷൻ കിട്ടും. സോ 4 × -1/2² that is 4/4, 8 × -1/2 that is -4. So this is 1, -4 is the other end point of focal chord. Then നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഈ പറയുന്ന രണ്ട് ലൊക്കേഷൻസിനെ 2:3 ഡിവൈഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ് കണ്ടുപിടിക്കണം. ആ പോയിന്റിൻ്റെ സം ഓഫ് കോർഡിനേറ്റ് മിനിമം ആകുന്ന കറസ്പോണ്ടിങ് വാല്യൂ എന്തായിരിക്കും എന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഹിയർ 16, എന്ന് പറയുന്നൊരു കോർഡിനേറ്റ്, ഇവിടെ 1, -4 എന്ന് പറയുന്ന കോർഡിനേറ്റ്. സോ ഇവിടെ എ പോയിന്റ് പി വിച്ച് ഡിവൈഡ്സ്, ലെറ്റ്സ് നെയിം ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. എനെയും ബിനെയും ഇൻ ദ റേഷ്യോ 3:2 എന്ന 2:3 ആണ് എന്ന് പറഞ്ഞിട്ടില്ല. ഈ രണ്ട് പോയിന്റിനെ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിനെയും എനെയും ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:3 ആകാം, അല്ലെങ്കിൽ എനെയും ബിനെയും ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:3 ആകാം. അതിൽ ഏറ്റവും ചെറിയ വാല്യൂ, ഐ മീൻ സം ഓഫ് കോർഡിനേറ്റ് ഏറ്റവും മിനിമം ഏതാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ലെറ്റ്സ് സേ ഇതാണ് കേസ് എന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 2 + 3 × 16 that is 48/5, ഇവിടെ -8 + 48/5. So the coordinate we are getting, that is 10, 48 - 8 40, that is 10, 8 എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അടുത്ത ഒരു കേസ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്, അതായത് 16, 16 ആൻഡ് 3:2 എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ റേഷ്യോയിൽ ബി എന്ന് പറഞ്ഞ പോയിന്റ് 1, -4 ഇങ്ങനെയും ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ നമുക്ക് കിട്ടുന്ന ലൊക്കേഷൻ എവിടെയാണ് പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നത്? 3 + 16 × 2 that is 32 divided by 5, and 3 × -4 -12 plus 2 × 16 that is +32 divided by 5. So ഏതാ ലൊക്കേഷൻ വരുന്നത്? 35, 7, 20/5 that is 7,4. അപ്പോൾ സം ഓഫ് കോർഡിനേറ്റിൽ ഏറ്റവും ചെറിയ വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ കോമ്പിനേഷനാണ്. 7 + 4 11 ഈസ് ഫൈനൽ ആൻസർ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ബിക്കോസ് നെഗറ്റീവ് കോർഡിനേറ്റിന് ഇവിടെ എന്തായാലും ഈ പറയുന്ന റേഷ്യോ പാർട്ടിൽ ഈ പാർട്ടാണ് നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ പാർട്ടാണ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൽ ഈ 3 വലിയ നമ്പർ ഈ നെഗറ്റീവ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ആൻസർ കുറച്ച് ചെറുതായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കിയിട്ടൊരു ലോജിക്ക് വെച്ചാണ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ മാത്രം തന്നെ ചെയ്താൽ മതി. നമുക്ക് 2:3 ആണോ 3:2 ആണോ എന്ന ക്വസ്റ്റ്യനിൽ ശരിക്കും മെൻഷൻ ചെയ്തിട്ടില്ല. അതിൽ മിനിമം കേസ് ഏതാണോ ദാറ്റ് ഈസ് യുവർ ആൻസർ. Then next one, the line alpha x + y = 1 does not intersect the hyperbola x² - 9y² = 9. ലെറ്റ്സ് സേ ഒരു പെർട്ടിക്കുലർ കർവ്, ഒരു റാൻഡം കർവ് ഇവിടെ ഉണ്ട്. ഈ പറയുന്ന കർവിനെ ഒരു പെർട്ടിക്കുലർ ലൈന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന 3 സിനാരിയോ എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിലായിരിക്കും. സോ ഒന്നുകിൽ ഈ ലൈന് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്കെ, ദിസ് ഈസ് ഏതൊരു കോണിക്കിനും നമുക്ക് ഈ പറയുന്ന സെയിം ഐഡിയ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പെർട്ടിക്കുലർ ലൈനും ഈ പറയുന്ന കോണിക്കും ടച്ച് ചെയ്യാതെ പാസ് ചെയ്ത് പോവാം, ടാൻജൻ്റ് ആയിട്ട് പാസ് ചെയ്ത് പോവാം, രണ്ട് ലൊക്കേഷൻസിൽ കട്ട് ചെയ്ത് ഒരു സീക്കൻ്റ് ആയിട്ട് പാസ് ചെയ്ത് പോവാം. അപ്പോൾ ഈ പറയുന്ന പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് ബൈ സോൾവിങ് ദ ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ ആൻഡ് ദ ഇക്വേഷൻ ഓഫ് പരാബോള, അല്ലെങ്കിൽ ആ കോണിക്കിൻ്റെ ഇക്വേഷനും കൂടി സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത് ഇവിടെ സോൾവ് ചെയ്യുന്ന സമയത്ത് നോ സൊല്യൂഷനാണ്, ഇവിടെ സോൾവ് ചെയ്യുന്ന സമയത്ത് യുണീക്ക് സൊല്യൂഷനും, ഇവിടെ സോൾവ് ചെയ്യുന്ന സമയത്ത് 2 ഡിസ്റ്റിങ്ക്റ്റ് സൊല്യൂഷനും ആയിരിക്കും വരിക. അപ്പോൾ x² - 9y²
എക്സ് സ്ക്വയർ മൈനസ് 9y സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് പറയുന്ന കർവിൻ്റെ ഇക്വേഷനും y ഈക്വൽ ടു 1 മൈനസ് ആൽഫ എക്സ് എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷനും തമ്മിൽ സോൾവ് ചെയ്യാം. സോ put y equal to 1 minus alpha x square minus 9 times of 1 minus alpha x the whole square equals 9. So x square minus 9 times of 1 plus alpha square x square minus 2 times of alpha x equals 9. So this is x square times of 1 minus 9 alpha square minus minus plus 18 times of alpha x minus 9 minus 9 minus 18 equals 0. ഇതൊരു quadratic equation ആണ്. And we know this particular line is not touching this particular hyperbola, means there is no solution of this equation. If there is no solution, ഒരു real solution കിട്ടുന്നില്ല എങ്കിൽ definite ആയിട്ടും condition എടുക്കേണ്ടത് the discriminant of this quadratic equation is less than 0. So discriminant that is b square less than 4ac എന്ന് എടുക്കാം. So 18 square into alpha square b square is less than 4 times of a, that is 1 minus 9 alpha square into minus 18 ഒരു 18ഉം ഇവിടുത്തെ ഒരു 18ഉം ക്യാൻസലായി, ഒരു 4 ഈ 18ഉം ക്യാൻസലായി, 9 alpha square less than minus 2 plus 18 alpha square. So 9 alpha square is greater than 2, alpha square greater than 2 by 9. Then alpha value, alpha belongs to minus infinity minus root 2 divided by 3 union root 2 divided by 3 comma infinity. ഈ പറയുന്ന ഇൻ്റർവെൽ ആയിരിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫക്ക് ഓക്കെ ആവുന്ന വാല്യൂസ്. അപ്പോൾ ഇതിൽ റൂട്ട് 2ൻ്റെ വാല്യൂ 1.4 സംതിങ് ആണ്. ബൈ 3 ചെയ്യുന്ന സമയത്ത് അത് 0.5നെക്കാട്ടിലും ലെസ്സാണ് ഡെഫിനറ്റ് ആയിട്ടും. അപ്പോൾ 0.2 ഈസ് നോട്ട് ആൻസർ, 0.3 ഈസ് നോട്ട് ആൻസർ, 0.4 ഈസ് നോട്ട് ആൻസർ, 0.5 ഈസ് ആക്ച്വലി ഈ പറയുന്ന ഇൻ്റർവെല്ലിലെ ഒരു ആൻസർ ആയിട്ടാണ് വരുന്നത്. സോറി ഇവിടെ 0.5 എന്ന് പറയുന്നത് എ ലൈൻ വിച്ച് does not intersect. Okay, then possible value of alpha എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് 0.5 ആണ് ഈ ഇൻ്റർവെല്ലിലെ ഒരേ ഒരു ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. നെക്സ്റ്റ് വൺ, എസ് ബി ദ ലോക്കസ് ഓഫ് മിഡ് പോയിന്റ് ഓഫ് chords joining any point P on the parabola y square equal to 4x to the origin. Now R is the locus of point which divide the line segment OQ in the ratio 3:1, where Q is the point on the locus S. Then equation of locus of R. ഇവിടെ ഒരു ഡബിൾ ലോക്കസ് പ്രോബ്ലം ആണ് ഇത്. ആദ്യം കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ലോക്കസ് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം. ആ ലോക്കസ് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ വീണ്ടും അനദർ ലോക്കസ് കണ്ടീഷൻ തന്നിട്ടുണ്ട്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ദ എസ് ബി ദ ലോക്കസ്, എസിനെ കുറിച്ച് പറയുന്നത് വിച്ച് ഇസ് ദി മിഡ് പോയിന്റ് ഓഫ് chords joining any point on P with parabola in parabola y square equal to 4x. So y square equal to 4x എന്ന് പറയുന്ന പരാബോള നമുക്ക് ആദ്യം പ്ലോട്ട് ചെയ്താം. ഒരു റഫായിട്ട് വരക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും. ആൻഡ് ഒറിജിനും ഇതിലുള്ള പോയിന്റ് y square equal to 4x എന്ന് പറയുന്ന കറസ്പോണ്ടിങ് പരാബോള. അപ്പോൾ ഇതിലുള്ള ഒരു ജനറൽ കോർഡിനേറ്റ് നമുക്ക് അസ്യൂം ചെയ്യാം, ദാറ്റ് ഈസ് 80 സ്ക്വയർ 280. എയുടെ വാല്യൂ 1 ആണ്. സോ ടി സ്ക്വയർ 2t. ദെൻ ഈ പോയിന്റും ഒറിജിനും ജോയിൻ ചെയ്യുന്ന സമയത്ത് ദിസ് ഈസ് 0 0. ഇതിൻ്റെ മിഡ് പോയിന്റ് ആണ് ഫസ്റ്റ് ലോക്കസ് എന്ന് പറയുന്നത്. സോ ഇതിലെ ഓരോ പോയിന്റും ഒറിജിനിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ആ കോഡിൻ്റെ എല്ലാം മിഡ് പോയിന്റുകൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു പെർട്ടിക്കുലർ ലോക്കസ്, അതാണ് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ലെറ്റ്സ് നെയിം ദിസ് ഈസ് സം h, k. അപ്പോൾ എച്ചും ഇതുപോലെ കെയും തമ്മിലൊരു റിലേഷൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഈ രണ്ട് പോയിന്റിൻ്റെ മിഡ് പോയിന്റ് ആണ്. സോ എച്ച് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 0/2, ദാറ്റ് ഈസ് ടി സ്ക്വയർ ബൈ 2, ആൻഡ് കെ ഈക്വൽ ടു 2t plus 0/2, that is t. So t is a variable parameter, so you have to eliminate t from this expression. So t ന്റെ വാല്യൂ k എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ h ഈക്വൽ ടു k സ്ക്വയർ ബൈ 2. സോ k സ്ക്വയർ ഈക്വൽ ടു 2h. ദെൻ ലേറ്റർ എന്താ ചെയ്യുക, നമ്മൾ ഈ പറയുന്ന k എന്ന് പറയുന്നത് y വെച്ചും h നെ x വെച്ചും റീപ്ലേസ് ചെയ്താൽ ദ എക്സ്പ്രഷൻ ബിക്കം y സ്ക്വയർ
വൈ സ്ക്വയർ ഈക്വൽസ് 2x എന്ന് പറയുന്നതാണ് സെക്കൻഡ്, നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റത്തെ ലോക്കസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി വൈ സ്ക്വയർ ഈക്വൽ ടു 2x എന്ന് പറയുന്ന പരാബോളയിലാണ് റിമൈനിങ് ഡിസ്കഷൻ വരുന്നത്. സോ വൈ സ്ക്വയർ ഈക്വൽ ടു 2x എന്ന് പറയുന്ന പരാബോള വരച്ചു. ദെൻ എന്താ പറഞ്ഞത്, ഇപ്പോൾ എസ് ആയി കേട്ടോ. R is another locus, the point which divides the line segment OQ. O എന്ന് പറയുന്നത് once again origin ആണ്. In the ratio 3:1 internally, where Q is any point on the locus S. S എന്ന് പറയുന്ന ലോക്കസിലുള്ള പോയിന്റ്സ് ആണ് എങ്കിൽ this is y square equal to 2x. y square equal to 2x എന്ന് പറയുന്ന കറസ്പോണ്ടിങ് പരാബോളയിലുള്ള ഒരു പോയിന്റും അതുപോലെ ഒറിജിനും തമ്മിൽ വരക്കുന്ന കോഡ്, ആ കോഡിനെ 3:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ലൊക്കേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ഡിവിഷൻ നടത്തുന്ന സമയത്ത് മിഡ് പോയിന്റ് ആണെന്ന് പറയുന്ന പോലെയല്ല ബാക്കി റേഷ്യോസ് പറയുന്നത്. 3:1 എന്ന് പറയുന്ന റേഷ്യോ ഏത് പോയിന്റും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതാണ്. എ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ലൈൻ സെഗ്മെന്റ് OQ എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ origin and the point on the parabola is dividing in the ratio 3:1. അപ്പോൾ ഇവിടെ 0 and Q എന്ന് പറയും, ഇവിടെ കറസ്പോണ്ടിങ് Q എന്ന് പറയുന്ന പോയിന്റ് ഇവിടുത്തെ ലൊക്കേഷൻ. ജനറൽ കോർഡിനേറ്റ് ഏതാണ് വെച്ചാൽ AT². ഇവിടുത്തെ A വാല്യൂ എത്രയാണ് 2/4, ദാറ്റ് ഈസ് 1/4 1/2 T², T. ഇതാണ് ഇവിടുത്തെ കറസ്പോണ്ടിങ് ജനറൽ കോർഡിനേറ്റ്. ഈ കോർഡിനേറ്റിനെയും 3:1 ഡിവൈഡ് ചെയ്യണം. സോ ഞാനിവിടെ എഴുതുന്ന സമയത്ത് ലെറ്റ്സ് സേ ദിസ് ഈസ് 0 ആൻഡ് ദിസ് ഈസ് T²/2 T ആൻഡ് വി ആർ ഡിവൈഡിങ് ഇൻ ദ റേഷ്യോ 3:1. ഇത് 3:1 നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് വി ആർ ഗെറ്റിംഗ് ദ ലൊക്കേഷൻ ന്യൂ ലോക്കസ് പോയിന്റ് H, K. സോ 3T²/2 plus 0 divided by 4, this equal to H, and 3 into T plus 1 into 0 divided by 3 plus 1 4, which is K. So T remove ചെയ്ത് Hഉം Kയും തമ്മിൽ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. സോ Tയുടെ വാല്യൂ എത്രയാണ്, which is 4/3. let's 4/3 times of K, put value here, 3/8 times of 16/9 K² equal to H. So this 2 cancel, ഇവിടെ 3 ഇവിടെ 2. So 2K² equal to 3H or 2Y² equal to 3X is final. ഇതായിരിക്കും ഈ ലോക്കസ്, ഫൈനൽ ലോക്കസ് എന്ന് പറയുന്നത്. ഫൈനൽ ലോക്കസിൻ്റെ ഇക്വേഷൻ ആണ് പ്രോബ്ലം ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എനിവേ ഹിയർ 2Y² equal to 3X. The next one, an equilateral triangle OAB is inscribed in a parabola y equal to 4x². ശ്രദ്ധിക്കണം കേട്ടോ. whose vertex is O. Find least distance of circle described on AB as diameter from origin. എടാ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ പരാബോള ആൻഡ് വൺ വെർട്ടെക്സ് ഇസ് വെർട്ടെക്സ് ഓഫ് ദി പരാബോള. ഈ സിറ്റുവേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇവിടെ വൈ ആക്സിന് സിമെട്രിക് ആയിട്ട് അല്ലെങ്കിൽ വൈ ആക്സിസിൽ ഫോക്കസ് വന്നിട്ടുള്ള പരാബോളയാണ്. അവർ എഴുതിയ സമയത്ത് y ഈക്വൽ ടു 4x² എന്ന് വന്നാലും നമ്മൾ അതിനെ x² ഈക്വൽ ടു y/4 എന്നായിരിക്കണം വായിക്കേണ്ടത്. ദെൻ ദ പരാബോള ഈസ് സംതിങ് ലൈക്ക് ദിസ്. ഈ രീതിയിലാണ് പരാബോള ഉള്ളത്. ആൻഡ് എ ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഹിയർ. ഇവിടെ ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ ഇക്വിലാറ്റർ ട്രയാങ്കിളിൽ ഇവിടെ വെർട്ടെക്സ് ഓഫ് ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഈസ് കോയിൻസൈഡിങ് വിത്ത് വെർട്ടെക്സ് ഓഫ് ദി പരാബോള. ദെൻ നമുക്ക് ഈ പറയുന്ന കറസ്പോണ്ടിങ് ലൊക്കേഷൻസ് എഴുതി നോക്കാം. അപ്പോൾ ജനറൽ കോർഡിനേറ്റ് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പാരാമെട്രിക് കോർഡിനേറ്റ് എഴുതിയിട്ടേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്കിവിടെ പാരാമെട്രിക് കോർഡിനേറ്റ് ദാറ്റ് ഈസ് വൈ കോർഡിനേറ്റ് ആയിരിക്കും AT² വരിക. ഇവിടുത്തെ എ വാല്യൂ 1/4ൻ്റെ 1/4 1/16. സോ T²/16, T/8 will be the parametric coordinate. അങ്ങനെയെങ്കിൽ ബൈ യൂസിങ് സിമെട്രി, ഇത് പരാബോള ഒരു സിമെട്രിക് ഫിഗർ ആണ് എബൌട്ട് വൈ ആക്സിസ്. ആൻഡ് ഇക്വിലാറ്റർ ട്രയാങ്കിളും ഇൻസ്ക്രൈബ് ചെയ്യുന്നത്, ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഒരു സിമെട്രിക് ഫിഗർ ആണ്. ഇത് 12 ചെയ്ത് വെച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ ഇത് T/8 T²/16 ആണെങ്കിൽ ഇവിടുത്തെ കോർഡിനേറ്റ് -T/8 T²/16 എന്നായിരിക്കും.
ദെൻ ഈ പറയുന്ന കറസ്പോണ്ടിങ് ലൊക്കേഷനിൽ എന്താണ് ഇനി അടുത്തൊരു ഐഡിയ എന്ന് പറയുന്നത്, ദെൻ ഇതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ടോട്ടൽ ആംഗിൾ എത്രയാണ് 60 ഡിഗ്രി ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്, ദിസ് ഈസ് 30 ഡിഗ്രി. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഈ ഹൈറ്റും അതുപോലെ നോക്കൂ ഈ ലെങ്ത്തും ഈ ഹൈറ്റും തമ്മിലുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ദാറ്റ് ഈസ് tan 30 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്, ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഈസ് ടി സ്ക്വയർ ബൈ 16. നോ, ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ആണ് വിച്ച് ഈസ് ടി ബൈ 8 and divided by t square by 16, t square by 16. So this is 2 by t equal to tan 30 1 by root 3, then t equal to 2 root 3, t equal to 2 root 3 ആണ്. If t equal to 2 root 3 നമുക്കിപ്പോൾ ഈ രണ്ട് കോർഡിനേറ്റ് കിട്ടി. ഈ കോർഡിനേറ്റ് എന്താണ് വരുന്നത്, ലെറ്റ്സ് നെയിം ദിസ് ഈസ് പോയിന്റ് എ, ദിസ് ഈസ് പോയിന്റ് ബി. എ എന്ന് പറയുന്ന പോയിന്റ് മൈനസ് 2 root 3 by 8 or മൈനസ് root 3 divided by 4 എന്നും, കോമ the square of the value 4 into 3 12 divided by 16 എന്ന് പറയുമ്പോൾ 3 by 4. So this is one coordinate A and B എന്ന് പറയുന്ന കോർഡിനേറ്റ് root 3 by 4 3 by 4 എന്ന് പറയുന്നതാണ് B എന്ന് പറയുന്ന ലൊക്കേഷൻ. ഈ രണ്ട് ലൊക്കേഷൻസ് എന്താണ്, ഈ കറസ്പോണ്ടിങ് കോഡ് എന്ന് പറയുന്നത് ഇനി ബാക്കി വായിച്ച് നോക്കും. ദെൻ find the least distance of the circle described on AB as diameter. AB diameter ആയിട്ടുള്ള ഒരു സർക്കിൾ. അപ്പോൾ AB diameter ആയിട്ടുള്ള ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ് ഈ കറസ്പോണ്ടിങ് സർക്കിളിൻ്റെ സെൻറ്റർ ആയിരിക്കും. സോ വെർ ഈസ് ദ സെൻറ്റർ, ഡ്യൂ ടു സിമെട്രി ഈ പോയിന്റ് 0, എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും ആൻഡ് വൈ കോർഡിനേറ്റ് 3 by 4 ആയിരിക്കും. സോ ദിസ് ഈസ് ദി സെൻറ്റർ. ആൻഡ് ഈ കറസ്പോണ്ടിങ് സർക്കിൾ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കൂ, വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന പോയിന്റ് സെൻറ്റർ ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയസ് എത്രയാണ്, വിച്ച് ഈസ് root 3 by 4 ഈസ് ദ റേഡിയസ് ആൻഡ് 3 by 4 ഈസ് കറസ്പോണ്ടിങ് ഈ പറയുന്ന സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഈ പറയുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഫിഗർ നിൽക്കുന്നത് കേട്ടോ, ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നമ്മളോട് ദെൻ എന്താണ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ദി സർക്കിൾ ഡിസ്ക്രൈബ്ഡ് ഓൺ എ ബി ആസ് ഡയമീറ്റർ ഫ്രം ഒറിജിൻ. യെസ്, ഒറിജിനിൽ നിന്ന് ഈ സർക്കിളിലേക്കുള്ള ലീസ്റ്റ് ഡിസ്റ്റൻസ് എത്രയെന്നുള്ളതാണ്. നോക്കൂ, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഒരു സർക്കിളിലേക്കുള്ള ലീസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എപ്പോഴും ഈ പറയുന്ന പോയിന്റിൽ നിന്ന്, ഏത് പോയിന്റിൽ നിന്നാണോ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിൽ നിന്ന് സർക്കിളിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക ആൻഡ് ആ ഡിസ്റ്റൻസിൽ നിന്നും സർക്കിളിൻ്റെ റേഡിയസ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലീസ്റ്റ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കിട്ടും. നമുക്ക് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് 3 by 4 ആണ് ആൻഡ് സർക്കിളിൻ്റെ റേഡിയസ് root 3 by 4 ആണ്. സോ ദ ഡിഫറൻസ് ഈസ് 3 minus root 3 by 4. ദിസ് ഈസ് ദി ലീസ്റ്റ് ഡിസ്റ്റൻസ്. മാക്സിമം ഡിസ്റ്റൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് റേഡിയസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മാക്സിമം ഡിസ്റ്റൻസ് എത്രയെന്നും കിട്ടും. ദെൻ ബൈനോമിയൽ തിയറത്തിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 100C50 by 51 plus 100C51 by 52 plus etc. 100C100C by 101. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒരു സമേഷൻ ജനറൽ ടേം പ്രൊഡ്യൂസ് ചെയ്യാം. ദിസ് ഈസ് 100C R and divided by R plus 1 where R is varying, least value of R is actually 50 and maximum value of R is 100. സോ ഇവിടെ ഈ R plus 1 ടേമിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, നോക്കൂ NCR ഈക്വൽ ടു N by R ഇൻറ്റു N minus 1 C R minus 1 എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്. അപ്പോൾ N plus 1 C R plus 1 എന്ന് പറയുന്നതോ ദാറ്റ് ഈസ് N plus 1 by R plus 1 ഇൻറ്റു NCR എന്നായിരിക്കും. അപ്പോൾ NCR by R plus 1, so N plus 1 CR plus 1 by N plus 1 this equal to NCR by R plus 1 എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാം. സോ ഫോർ ദിസ് ടേം യു ക്യാൻ റീപ്ലേസ് വിത്ത് N plus 1 CR plus 1 by N plus 1. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്നിൻ്റെ ലൊക്കേഷനിൽ ഇതാണ് N is 100. അപ്പോൾ ഇതെന്തായിരിക്കും വരിക, ദിസ് ഈക്വൽ ടു summation R is varying from 50 to 100. This value എത്രയായി 101C
r plus 1 by n plus 1 എന്ന് പറഞ്ഞാൽ 101. So 101 is actually a constant. Let's take it outside. And the remaining part 101 c r plus 1 ൽ നമ്മൾ എന്ത് ചെയ്യുക, r is varying from 50 to 100 summation നടത്തുകയാണ്. So 1 by 101 this into 101 c 51 plus 101 c 52 plus etc. 101 c 101 ഈ പറയുന്ന സം എന്താണെന്നുള്ളതാണ്. If binomial coefficients in the total sum ആണ് എന്നുണ്ടെങ്കിൽ actually which is equal to 2 raised to n. nc 0 മുതൽ ncn വരെയുള്ള സം 2 raised to n ആണ്. പക്ഷേ നമുക്കിവിടെ അതിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ. And if it is odd binomial coefficient sum, odd binomial coefficients എന്ന് പറയുമ്പോൾ total number of binomial coefficient ഇവൺ ആയിരിക്കും. അതിൽ nc0 ഇവിടെയും nc0ൻ്റെ സെയിം വാല്യൂ ആയിട്ടുള്ള ncn ഇപ്പുറത്തും ഉണ്ടായിരിക്കും. ആൻഡ് nc1 ഇപ്പുറത്തുണ്ട്, nc1ന് ഈക്വലൻ്റ് ആയിട്ടുള്ള ncn-1 ഈ സൈഡിലുണ്ട്. ആൻഡ് ഇവിടെ nc(n-1/2) ആൻഡ് nc(n+1/2) ഇങ്ങനെ ആയിരിക്കും ഈ വാല്യൂസ് ഉണ്ടായിരിക്കുക. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 2 raised to n ആണെങ്കിൽ ഇതിൻ്റെ വൺ സൈഡ് ഈ പാർട്ട് മാത്രം സം ചെയ്യുന്ന സമയത്ത് ഈ പാർട്ട് ഈക്വൽ ടു ഈ പാർട്ടാണെങ്കിൽ ഹാഫ് ഓഫ് ദി ടോട്ടൽ വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇവിടെ 1/101 ഇൻറ്റു 2 raised to 101ൻ്റെ ഹാഫ് എന്ന് പറയുന്ന സമയത്ത് 2 raised to 100 by 101 will be the final answer. ഇതായിരിക്കും ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കുക. യെസ്, ഓപ്ഷൻ 1. നെക്സ്റ്റ് വൺ ഇതിനോട് സിമിലർ ആയിട്ടുള്ള വേറൊരു പ്രോബ്ലം ആണ്. ദിസ് ഇസ് 25 ഫാക്ടോറിയൽ. ഇവിടെ 3 and 23 ഫാക്ടോറിയൽ, 5 ഫാക്ടോറിയൽ ആൻഡ് 21 ഫാക്ടോറിയൽ. നമുക്ക് ഇവിടുത്തെ ഈ വാല്യൂസ് ഒക്കെ സം ചെയ്യുന്ന സമയത്ത് ആക്ച്വലി 26 എന്ന് പറയുന്ന ഒരു കോമൺ നമ്പർ വരുന്നുണ്ട്. അപ്പോൾ ഈ 1/25 ഫാക്ടോറിയൽ നിങ്ങൾ എന്ത് ചെയ്യുക, 25 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ എന്ന് ആലോചിച്ചാൽ മതി. 1 ഫാക്ടോറിയൽ ഇൻറ്റു 25 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു 23 ഫാക്ടോറിയൽ പ്ലസ് 1/5 ഫാക്ടോറിയൽ ഇൻറ്റു 21 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര 13 ടേംസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ലാസ്റ്റ് ഏതാ വരിക, 1/25 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ഇതായിരിക്കും ലാസ്റ്റ് വരുന്നത്. ഞാൻ ഈ പറയുന്ന എൻ്റെ എക്സ്പ്രഷനും നോക്കൂ, ഞാനൊരു 26 ഫാക്ടോറിയൽ വെച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഒരു 26 ഫാക്ടോറിയൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 26 ഫാക്ടോറിയൽ 26 ഫാക്ടോറിയൽ 26 ഫാക്ടോറിയൽ 26 ഫാക്ടോറിയൽ. സോ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ആക്ച്വലി നൗ യു ആർ സീയിങ് സംതിങ്. 26 factorial by 1 factorial 25 factorial is nothing but 26c1 1/26 factorial into this is 26c1 plus 26 factorial 3 factorial 23 factorial in denominator. This is simply 26c3. Next one 26c5 plus etc. The last one is 26c25. So binomial coefficients le odd binomial coefficients ന്റെ സം ആണ്. ടോട്ടൽ ബൈനോമിയൽ കോഎഫിഷ്യൻ്റ് സം nc0 പ്ലസ് nc1 പ്ലസ് nc2 പ്ലസ് എക്സെട്ര ncn 2 raised to n ആണ്. അതിൽ ഈവൺ ബൈനോമിയൽ കോഎഫിഷ്യൻറ്റിൻ്റെ സമ്മും ഓഡ് ബൈനോമിയൽ കോഎഫിഷ്യൻറ്റിൻ്റെ സമ്മും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഓഡ് ബൈനോമിയൽ കോഎഫിഷ്യൻറ്റിൻ്റെ സമ്മ് മാത്രം എടുക്കുമ്പോൾ ദ ഹാഫ് ഓഫ് ടോട്ടൽ ബൈനോമിയൽ കോഎഫിഷ്യൻറ്റ് സം. സോ 1/26 ഫാക്ടോറിയൽ ആൻഡ് 2 raised to 26/2 ഹാഫ് ആയിരിക്കും വരാം. So 2 raised to 25 by 26 factorial is final answer. Option 2 is correct. The next one is രണ്ട് പ്രാവശ്യം നമുക്ക് ഇപ്രാവശ്യത്തെ മെയിൻസിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 40 raised to n which divides 60 factorial അതിൻ്റെ മാക്സിമം വാല്യൂ ഓഫ് n എന്താണെന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ we can write 40 raised to n. 40 എന്ന് പറയുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ നടത്തുന്ന സമയത്ത് 2 cube into 5 the code raised to n എന്നാണ്. സോ 2 raised to 3 into 5 the code raised to n. ഇങ്ങനത്തെ ഒരു ഈ പറയുന്ന 60 ഫാക്ടോറിയൽ എന്ന് പറയുന്ന വാല്യൂവിനെ 2 cube into 5 the code raised to n times of some lambda എന്നുള്ള ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്താൽ the value of n എന്താണോ that is the maximum corresponding
നമ്പർ ആ പറയുന്ന നമ്പർ വെച്ചുകൊണ്ടാണ് അത്രയും പവർ ഉള്ള ഒരു 40യുടെ പവർ വെച്ചുകൊണ്ടുള്ള ഒരു നമ്പർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിവിഷൻ പോസിബിൾ ആയിരിക്കും. അതിൻ്റെ മുകളിലേക്കുള്ള ഡിവിഷൻസ് എന്താവില്ല, പോസിബിൾ ആകില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 2 ക്യൂബ്, അപ്പോൾ 2ൻ്റെയും 5ൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ 60 ഫാക്ടോറിയൽ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തുന്ന സമയത്ത് 2ൻ്റെ എക്സ്പോണൻറ്റും 5ൻ്റെ എക്സ്പോണൻറ്റും എന്താണ് എന്നറിയണം. സോ എക്സ്പോണൻറ്റ് ഓഫ് 2 when prime factorization of 60 factorial prime factorization നടത്തുന്ന സമയത്ത് 60 by 2 box value that is 30 by 2 box value which is 15 by 2 box value that is 7.5 in the box value that is 7 by 2 box value 3.5 in the box value 3 by 2 box value 1 by 2. അപ്പോൾ now it is 0. അപ്പോൾ എക്സ്പോണൻ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ what is the answer? The exponent of 2 which is actually 30 plus 15 plus 7 plus 3 plus 1 is the exponent. So 30 plus 50 45 56 ആണ് എന്ത്, 2ൻ്റെ എക്സ്പോണൻറ്റ്. ദെൻ സിമിലർ വേ എക്സ്പോണൻറ്റ് ഓഫ് 5ൻ്റെ എക്സ്പോണൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 60 by 5ൻ്റെ ബോക്സ് വാല്യൂ ദറ്റ് ഈസ് 12 by 5 which is 2 by 5 box value which is 0. So exponent of 5 is actually 12 plus 2 which is 14. So this number 60 factorial on factorization prime factorization നടത്തുന്ന സമയത്ത് 2 raised to 56 into 5 raised to 14 into a number some k. ഇത് കഴിഞ്ഞിട്ട് 3ൻ്റെയും 7ൻ്റെയും ഒക്കെ കറസ്പോണ്ടിങ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ബട്ട് 2ൻ്റെയും 5ൻ്റെയും പവേഴ്സ് ഈ പറയുന്നത് മാത്രമായിരിക്കും വന്നിട്ടുണ്ടാവുക. സോ ഈ പറയുന്ന നമുക്ക് 2 ക്യൂബ് റേസ് ടു സംതിങ് എന്ന് എഴുതുന്ന സമയത്ത് നമുക്ക് ഒരു 5 വരുന്ന സമയത്ത് ഒരു 2 ക്യൂബും വന്നാൽ അതൊരു 40 ആകും. അങ്ങനത്തെ എത്ര 40 ഇതിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യാൻ പറ്റും എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ 5 raised to 14 എന്ന് പറയുന്ന സമയത്ത് ഓക്കെ 5 raised to 14 ആൻഡ് 2 raised to 3 ഓക്കെ 2 raised to 3 ഇവിടെ ഹോൾ raised to 14 എന്ന് എടുത്തു എന്ന് വിചാരിക്കുക. നൗ എത്രയായി, ദിസ് ഈസ് 42 അല്ലേ, 2ൻ്റെ പവർ 42ഉം 5ൻ്റെ പവർ 14ഉം. ഇനി 5ൻ്റെ പവർ ഇനി ഇല്ല, ഇനി 5 ഇല്ല എങ്കിൽ ഇനി കുറേ 2 അവിടെ ബാക്കിയായി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും 40 ഉണ്ടാവില്ല. ഒരു 8ഉം ഒരു 5ഉം ഉണ്ടെങ്കിൽ ഒരു 40 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 8 into 5 തന്നെ ഉണ്ടെങ്കിലല്ലേ 40 ഉണ്ടാവുള്ളൂ. ഇനി ഒരുപാട് 2 അവിടെ ബാക്കി വന്നു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും എന്തില്ല, 40 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് അവിടെ ഫോം ചെയ്യാൻ പറ്റില്ല. സോ പ്രൈം ഫാക്ടറൈസേഷനിൽ ഒരു 2 ക്യൂബും ഒരു 5ഉം വരുന്ന സമയത്താണ് ഒരു 40 ഉണ്ടാവുക. അപ്പോൾ ടോട്ടൽ ആക്ച്വലി 40 അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ റിമൈനിങ് ആയിട്ട് 14 2s are there and there is some number lambda is there. അതിൻ്റെ കൂടെ ഒരു നമ്പർ കൂടിയുണ്ട്. ഓക്കെ, ഇവിടെ കെ ആണ് ഇട്ടിട്ടുണ്ട്, കെ തന്നെ. ബട്ട് ഇനി ഇവിടെ എത്ര 2 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബിക്കോസ് ഈ പറയുന്ന ഒരു 2 ക്യൂബിൻ്റെ കൂടെ ഒരു 5ഉം കൂടി വന്നാൽ മാത്രമേ ഒരു 40 ഉണ്ടാവുള്ളൂ. സോ എത്ര 40 ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ 40 raised to 14 into some lambda is there. സോ 14 എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരാം. ബിക്കോസ് ഈ പറയുന്ന ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് 40 raised to 14 ടൈംസ് ഓഫ് എ നമ്പർ ആണ് ഈ പറയുന്ന 60 ഫാക്ടോറിയൽ. സോ ദ മാക്സിമം പവർ ഓഫ് 40 ഈസ് ആക്ച്വലി എത്രയാ, 14 എന്നായിരിക്കും ആൻസർ. ക്ലിയർ ആണോ പറഞ്ഞത്, മനസ്സിലായോ? യെസ്. നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. ഇത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലമാണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ 2-3 ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ വേരിയബിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ, ഇത് വളരെ ബേസിക് ആയിട്ട് ഒരു NCERT ലെവൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഇതെല്ലാം കൂടിയും സം ചെയ്യുമ്പോൾ, അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ, ഇതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇവിടെ സം ഓഫ് പ്രോബബിലിറ്റി ഷുഡ് ബി 1. ഇവിടെ എല്ലാ പ്രോബബിലിറ്റിയും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 1 ആയിരിക്കണം. സോ k plus 2k plus 2k 5k 8k 9k 9kയും ആൻഡ്
7k square 10k square 10k square plus 9k എന്ന് പറയുന്ന എല്ലാം കൂടി സം ചെയ്യുമ്പോൾ 1 കിട്ടണം. സോ 10k square plus 9k minus 1 equal to 0. 10k square plus 10k plus k minus 1, sorry, minus k minus 1, this equal to 0. 10k into k plus 1 minus of k plus 1, this equal to 0. So k plus 1 into 10k plus 1, 10k minus 1 equal to 0. K is minus 1 or k is 1 by 10. So k is minus 1 is actually rejected because k minus 1 ആകുന്ന സമയത്ത് the probability become negative. For the random variable 1, k is the probability, minus 1 എന്ന് പറയുന്നത് ഒരിക്കലും probability ആയിട്ട് വരില്ല. അപ്പോൾ k equal to 1 by 10 is actually the correct answer. അങ്ങനെയെങ്കിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് the probability of the random variable which take the value between 3 less than x less than or equal to 6. അപ്പോൾ 3നെക്കാട്ടിലും വലുത് 4, 5, 6 ഈ പറയുന്ന കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയുടെ സം, പ്രോബബിലിറ്റി ഓഫ് എക്സ് വിച്ച് ടേക്ക് ദ വാല്യൂ 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് 6 എന്ന് പറയുന്ന സമയത്ത് ദിസ് ഈക്വൽ ടു 4k, സോറി 3k, 3 എന്ന് പറയുമ്പോൾ കെയുടെ വാല്യൂ എത്രയാണ് 1 by 10, റൈറ്റ്? 3 by 10 പ്ലസ് k square, that is 1 by 100 plus and 2k square, that is 2 by 100. So ഇവിടെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 30 plus 3 33 by 100, 33 by 100 ഇതായിരിക്കും ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. 33 by 100, 0.33 is ഫൈനൽ ആൻസർ. ദെൻ പ്രോബബിലിറ്റിയിൽ വന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദിസ് വാസ് ഓൾസോ എ സിമ്പിൾ വൺ. എ ബാഗ് വിച്ച് കണ്ടെയ്ൻ 9 white ball and 8 black balls and bag B contains 6 white and 4 black balls. A ball is randomly transferred from bag B to bag A. Then a ball is drawn from bag A. If probability that drawn ball is white, which is P by Q, then what is the value of P plus Q? അപ്പോൾ ഇവിടെ yes, this is bag B. ഇത് ബാഗ് ബി ആണ് എന്ന് കൺസിഡർ ചെയ്യാം. ബാഗ് ബി, ബാഗ് ബിയിൽ എന്താണ് 6 white ആൻഡ് 4 black balls ആണുള്ളത്. ഈ ബാഗിൽ നിന്ന് ഞാൻ ഒരു ബോൾ റാൻഡം ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ബാഗ് എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. വിച്ച് ക്യാൻ എയ്തർ എ വൈറ്റ് ബോൾ ഓർ ബ്ലാക്ക് ബോൾ. അത് ഒന്നുകിൽ വൈറ്റ് ബോൾ ആയിരിക്കാം അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ ആയിരിക്കാം. ഇഫ് ഇറ്റ് ഈസ് ബ്ലാക്ക് ബോൾ, ഇത് ബ്ലാക്ക് ബോൾ ആണെന്ന് വിചാരിക്കുക, ദെൻ ആ ബ്ലാക്ക് ബോൾ ആകുന്നതോട് കൂടി ബാഗ് എയിലെ നമ്പർ ഓഫ് ബോൾസിൻ്റെ കൗണ്ട് എങ്ങനെ ആയിരിക്കും വരിക? 9 വൈറ്റ് ബോളും ഉണ്ടായിരിക്കും, അഡീഷണലി ഒരു ബ്ലാക്ക് ബോൾ കിട്ടിയത് കൊണ്ട് 9 ബ്ലാക്ക് ബോളും ബാഗ് എയിൽ ഉണ്ടായിരിക്കും. ആൻഡ് ഇഫ് ഫസ്റ്റ് ഞാൻ ബാഗ് ബിയിൽ നിന്ന് എടുത്ത് റാൻഡം ആയിട്ട് എടുക്കുന്ന ബോൾ എങ്ങാനും വൈറ്റ് ആണെന്ന് വിചാരിക്കുക, അങ്ങനെയെങ്കിൽ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതോടുകൂടി ബാഗ് എയിൽ വരുന്ന നമ്പർ ഓഫ് വൈറ്റ് ബോൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 വൈറ്റ് ബോൾ ആൻഡ് 8 ബ്ലാക്ക് ബോൾ ആയിരിക്കും. ഇനി ഈ പറയുന്ന ബാഗ് എയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ബോൾ എടുക്കുന്നു, അത് വൈറ്റ് ആകാനുള്ള ചാൻസസ് എത്രയാണെന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ട്രാൻസ്ഫർ ചെയ്യുന്ന ബോളിൻ്റെ കളർ എയ്തർ ബ്ലാക്ക് ഓർ വൈറ്റ് ആകാം. അങ്ങനെ ഇതിൽ ബ്ലാക്ക് ബോൾ വരുന്ന സമയത്ത് വൈറ്റ് എടുക്കുന്ന പ്രോബബിലിറ്റിയും വൈറ്റ് ബോൾ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന ബാഗിയിൽ ഇട്ടതിന് ശേഷം വൈറ്റ് ബോൾ എടുക്കാനുള്ള ചാൻസും ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ രണ്ട് കേസായിട്ട് എയ്തർ ദിസ് വിൽ ഡു ലൈക്ക് ദിസ്, ഒന്നുകിൽ എന്തായിരിക്കും ഈ പറയുന്ന പ്രോസസ്സ് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരിക്കും ഓർ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് ഇതിൻ്റെ പാത്തിൽ തന്നെ ഇതിൻ്റെ പ്രോബബിലിറ്റി അങ്ങ് എഴുതിയാൽ മതി. ഇപ്പോൾ ഇവിടെ ഈ പാത്തിൻ്റെ ചാൻസ് ഇതെങ്ങനെ വായിക്കാം? ട്രാൻസ്ഫർ ബോൾ ഈസ് ബ്ലാക്ക് ആൻഡ് ഡ്രോൺ ബോൾ ഈസ് വൈറ്റ്. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത ബോൾ ബ്ലാക്കും ഞാൻ രണ്ടാമത്തെ ബാഗിൽ നിന്ന് വൈറ്റും എടുക്കാനുള്ള ചാൻസ്, അതാണ് ഈ പറയുന്ന പാത്ത് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ചെയ്തത് വൈറ്റ് ആൻഡ് ഞാൻ എടുത്തത് വൈറ്റ്, ഇങ്ങനെ വരുന്നതാണ് ഈ പാത്ത് എന്ന് പറയുന്നത്. എയ്തർ ഇറ്റ് മേ ബി ലൈക്ക് ദിസ് ഓർ ലൈക്ക് ദിസ്, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും സംഭവിക്കാം. അപ്പോൾ ടോട്ടൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ എന്ന് പറയുന്നത് ഇവിടെ ദിസ് ഈസ് 4/10, ദിസ് ഈസ് 9/18. ഇവിടെ
വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 6/10 ആൻഡ് ഇവിടെ 10/18. സോ റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 4/10 ഇൻറ്റു 9/18 പ്ലസ് 6/10 ഇൻറ്റു 10/18. ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ആൻ ആൻസർ. അതിൻ്റെ P/Q ഫോമിൽ ലീസ്റ്റ് ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ബിക്കോസ് P ആൻഡ് Q ആർ കോപ്രൈംസ് എന്ന് തന്നിട്ടുണ്ട്. ദെൻ P+Qൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ആൻസർ. ദെൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ യൂസ് ചെയ്തിട്ട് ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രേഷൻ. ഈ പറയുന്ന ക്വസ്റ്റ്യന് സാധാരണയായിട്ട് നമുക്ക് ടെലിസ്കോപ്പിക് ആയിട്ട് സീരീസ് സമ്മേഷനിൽ സാധാരണ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ വരാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. പക്ഷേ ഇതിൽ ജസ്റ്റ് ഇൻ്റഗ്രേഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രമല്ല ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ പറയുന്ന പ്രോബ്ലത്തിൽ. അതായത് കോട്ട് ഇൻവേഴ്സ് ഓഫ് 1 + x + x² എന്ന് പറയുന്ന സമയത്ത് ദ ഇൻ്റഗ്രേഷൻ ഈസ് സ്റ്റാർട്ടിങ് ഫ്രം 0 to 1. നമുക്ക് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ആക്ച്വലി ദർ ഈസ് എ കണ്ടീഷൻ യുവർ എക്സ് ഷുഡ് ബി പോസിറ്റീവ്. എക്സ് പോസിറ്റീവ് ആയിരിക്കണം. നമുക്ക് ഇവിടെ എക്സിൻ്റെ വാല്യൂ ബിറ്റ്വീൻ 0-1 ഇടയിലുള്ള വാല്യൂസ് ആണ്. 0-1 ഇടയിലുള്ള എല്ലാ വാല്യൂസ് ഓഫ് എക്സും പോസിറ്റീവ് ആണ്. സോ 1 + x + x² എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ്? വിച്ച് ഈസ് എ പോസിറ്റീവ്. ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? This is 0 to 1 tan inverse of 1/1 + x + x² എന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. Then tan 0 to 1 tan inverse of 1 + x കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്താൽ x + 1/x that is 1 dx. ഇനി അടുത്ത സ്റ്റെപ്പിൽ ദ ന്യൂമറേറ്ററിൽ ടാൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിലുള്ള ന്യൂമറേറ്ററിലുള്ള 1-നെ നമുക്ക് ഈ പറയുന്ന രണ്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് മാറ്റി എഴുതിയാൽ ആക്ച്വലി വി ആർ റീച്ച് ദ ആൻസർ. ഇവിടെ എക്സും 1 + x ആണ്. സോ 0 to 1 ടാൻ ഇൻവേഴ്സ് ഓഫ് ഇവിടെ ഈ 1 ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് x + 1 - x/1 + x ഇൻറ്റു 1 + x എന്ന് മാറ്റി എഴുതിയാൽ മതി. ആക്ച്വലി ഈ പറയുന്ന പാർട്ടിന് നമ്മൾ ഇങ്ങനെ കാണുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇത് ടാൻ ഇൻവേഴ്സ് ഓഫ് a - b/1 + a × b എന്നാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് a - ടാൻ ഇൻവേഴ്സ് b എന്ന് എഴുതാം. സോ ദിസ് ഈസ് 0 to 1 ടാൻ ഇൻവേഴ്സ് ഓഫ് x + 1 - ടാൻ ഇൻവേഴ്സ് ഓഫ് x ദിസ് മീൻസ് dx. ഇതായിരിക്കും ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇനി ഫർദർ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇത് എന്താണ് ഈ പറയുന്ന രീതിയിൽ ഈ സ്റ്റെപ്പിലേക്ക് എത്തിയാൽ മതി, നമുക്ക് ആൻസറായി. ഇനി ഇത് ഫർദർ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യാം. ബിഫോർ ദാറ്റ് നമുക്ക് ഈ x + 1 എന്ന് പറയുന്നതിൽ ഓക്കെ ഇതൊരു ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഇതൊരു ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചാണ്ട് ആൻസർ ചെയ്യേണ്ടി വരും. അത് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണെങ്കിൽ. പക്ഷെ ഇവിടെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കൊരു സ്റ്റെപ്പിലേക്ക് എത്തിയാൽ മാത്രം മതി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റിയിൽ വരുന്നൊരു പ്രോബ്ലം ആണ്. സോ f of x എന്ന് പറയുന്നത് ദിസ് ഫംഗ്ഷൻ വെൻ x greater than 0, ദിസ് തിങ് വെൻ x less than 0, a at x equal to 0, be a continuous function at x equal to 0, then value of a² plus b², where this box denote the greatest integer function. So if a function is continuous, then its left hand limit LHL equal to RHL equal to the value of the function f of 0. ഈ പറയുന്നത് 3 ഈക്വൽ ആയിരിക്കും. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് LHL ആൻഡ് RHL. RHL എന്ന് പറയുന്നത് ഈ പറയുന്ന ലിമിറ്റ് x is moving towards b² times of sin pi/2 this into box of pi/2 into sin x plus cos x this into cos x with box. ഓക്കെ, ഇവിടെ നമ്മൾ ബോക്സ് ഒക്കെ വരുമ്പോൾ ഡെഫിനിഷനൊക്കെ എഴുതിയിട്ട് സിംപ്ലിഫൈ ചെയ്യുകയൊക്കെ വേണം. പക്ഷേ
നമുക്ക് എക്സാമിന് അത്ര ടൈമൊന്നും യൂസ് ചെയ്യാതെ പ്രോബ്ലം ചെയ്യാൻ തിയററ്റിക്കലി ചെയ്യുന്ന സമയത്ത് ശരിയാണ്, ഈ 0+ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഡെഫിനിഷനൊക്കെ വെച്ചുകൊണ്ട് വേണം പ്രോബ്ലത്തിലേക്ക് പോകാൻ ബോക്സ് വരുന്ന സമയത്ത്. പക്ഷെ നിങ്ങൾ വെറുതെ ഒന്ന് നോക്കണേ, ഇവിടെ സൈൻ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് 0ൻ്റെ തൊട്ട് റേറ്റിൽ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് സൈൻ ഫംഗ്ഷൻ. ഇങ്ങനെയാണ് സൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരുന്നത്. ആൻഡ് കോസ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് 0ൻ്റെ തൊട്ട് റേറ്റിലേക്ക് വരുന്ന സമയത്ത് ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് ദി കോസ് എക്സ്. ഇത് കോസ് എക്സിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ 0ൻ്റെ തൊട്ട് റേറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വാല്യൂ ഇവിടെ എന്താണ് 0+ ആയിട്ടുള്ളൊരു വാല്യൂ ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ കോസ് 0 എക്സാക്ട്ലി കോസ് 0 ആകുമ്പോഴാണ് 1. അപ്പോൾ 1നെക്കാട്ടിലും തൊട്ട് താഴെയുള്ളൊരു നമ്പർ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് നമ്പേഴ്സ് സം ചെയ്യുന്ന സമയത്ത് 1നോട് ക്ലോസ് ആയിട്ടുള്ളൊരു ആൻസറാണ്. ആൻഡ് എക്സാക്ട്ലി വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 1. അതൊരിക്കലും 1 അല്ല, 1നോട് ക്ലോസ് ആയിട്ടുള്ളൊരു നമ്പറാണ്. ആൻഡ് കോസ് എക്സിൻ്റെ വാല്യൂ 1നോട് ക്ലോസ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി 1 വിച്ച് ഈസ് നിയറസ്റ്റ് ടു 1, അത് 1നോട് വളരെ ക്ലോസ് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. π/2 ഇൻറ്റു എക്സാക്ട്ലി 1 ചെയ്താൽ ആൻസർ π/2 ആണ്. അപ്പോൾ π/2 ഇൻറ്റു എ നമ്പർ വെരി മച്ച് ക്ലോസ് ടു 1 ആണെങ്കിൽ π/2നെക്കാട്ടിലും തൊട്ട് താഴെയുള്ളൊരു നമ്പറാണ്. വാട്ട് എവർ ദ വാല്യൂ π/2നെക്കാട്ടിലും തൊട്ട് 3.14 സംതിങ് /2 ചെയ്യുമ്പോൾ 1.57 സംതിങ്, ആ നമ്പറിൻ്റെ ബോക്സ് വാല്യൂ എത്രയാണ്? കമോൺ, ആ നമ്പറിൻ്റെ ബോക്സ് വാല്യൂ വിച്ച് ഈസ് ആക്ച്വലി 1, അത് 1 മാത്രമാണ്. സോ ദ ബോക്സ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഈ പറയുന്ന ബോക്സ് വാല്യൂ 1 ആണ്. ഇത്രയും അത് ചെയ്യേണ്ടതുള്ളൂ. ഇങ്ങനെ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയമൊക്കെ പോകും കേട്ടോ. എക്സാമിൻ്റെ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. സൈൻ ഓഫ് ഇവിടെ ഈ വാല്യൂ 1 ആണെങ്കിൽ ദിസ് ഈസ് സൈൻ π/2. സൈൻ π/2 എന്ന് പറയുന്ന 1 ആണ്. സോ ദിസ് ഈസ് സിംപ്ലി b². RHLൻ്റെ വാല്യൂ b² ആണ്. LHLൻ്റെ വാല്യൂ ലിമിറ്റ് എക്സ് ഈസ് മൂവിങ് ടുവേർഡ്സ് 0 സൈൻ എക്സ്. ഓക്കെ, ലിമിറ്റ് എക്സ് ഈസ് മൂവിങ് ടുവേർഡ്സ് 0 സൈൻ എക്സ് മൈനസ് സൈൻ 2x. സൈൻ 2xനെ നമുക്ക് 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതാം. ദിസ് ഡിവൈഡഡ് ബൈ 2 ഹോൾ ബൈ x³. സോ 2 ക്യാൻസലായി. ഇതിൽ ഒരു സൈൻ എക്സ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. ലിമിറ്റ് എക്സ് ഈസ് മൂവിങ് ടുവേർഡ്സ് 0 സൈൻ എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ x³. ഈ x³ x² എന്ന് പറഞ്ഞ് രണ്ടായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ ആക്ച്വലി വി ആർ ഗെറ്റിംഗ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്, ദിസ് വാല്യൂ ഈസ് 1. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ x², ദിസ് ഈക്വൽ ടു 1/2. സോ ദിസ് ഈസ് 1 ഇൻറ്റു 1/2 വിച്ച് ഈസ് 1/2. ഇത് 1/2 ആണ്. ആൻഡ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് x ഈക്വൽ ടു 0 വിച്ച് ഈസ് a. ബൈ ഡെഫിനിഷൻ ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് LHL equal to RHL equal to value of the function at x equal to 0. So 1/2 equals b² equals a. So a value എത്രയാണ്? 1/2 ആണ്. b² value 1/2 ആണ്. Then a² plus b², a² value 1/4. 1/4 plus 1/2 3/4 എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ആൻസർ വരിക. Then ഇൻ്റഗ്രേഷനും അതുപോലെ മെട്രിക്സിൻ്റെ ഒരു പാർട്ടും ഡിറ്റർമിനൻറ്റും അഡ്ജോയിൻ്റ് ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. അഡ്ജോയിൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് വെരി ഇമ്പോർട്ടൻറ്റ്. 4 ഷിഫ്റ്റിലേറ്റ് അഡ്ജോയിൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ബേസ്ഡ് ആയിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. സോ ആ ടോപ്പിക്കും അതുപോലെ ലീനിയർ ഇക്വേഷൻസിൻ്റെ ടോപ്പിക്കും ഒന്നുകൂടി നന്നായിട്ട് റിവൈസ് ചെയ്യുക. സ്പീഡിൽ ചോദ്യങ്ങൾ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ബിക്കോസ് ആ പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒന്ന് എന്തായാലും ഷുവറായിട്ട് നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടായിരിക്കും. എന്തായാലും എക്സാമിനുണ്ട് എന്ന് ഉറപ്പുള്ള ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ സ്പീഡിൽ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ഷാർപ്പായിക്കൊണ്ടിരിക്കണം. എന്നാലേ എക്സാമിന് നമുക്ക് അത് വിത്തിൻ ടൈം ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഇൻ്റഗ്രേഷനിൽ വരുന്ന സമയത്ത് ഇത് നമ്മൾ സാധാരണ കാണാറുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻ്റഗ്രേഷനാണ്. സിമ്പിൾ ഇൻ്റഗ്രേഷനാണ്. 7x raised to 10 plus 9x raised to 8 by 1 plus x² plus 9x raised to 9 whole square. ഇങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും വലിയ എക്സ്പോണൻറ്റ് എക്സിൻ്റെ വാല്യൂ എക്സ്പോണൻറ്റ് ഏതാണോ അതിനങ്ങ് ഔട്ട് സൈഡ് എടുത്താൽ മതി. x raised to 9നെ ഔട്ട് സൈഡ് എടുക്കുക. x raised to 9നെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഈ പവറും കൊണ്ട് പുറത്ത് വരും. അതായത് x raised to 18 ആയിരിക്കും ഔട്ട് സൈഡ് വരിക. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? എല്ലാ ടൈമിനും x raised to 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ x raised to -9 plus x raised to -7 plus 2 the whole square dx. ഇവിടെ x raised to 18 അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ 7x raised to
minus 8 plus 9x raised to minus 9 dx by x raised to minus 9 plus x raised to minus 7 plus 2 whole square. നമുക്ക് ഈ പറയുന്ന ഇൻസൈഡ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേമിൻ്റെ ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു മൈനസ് 9ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 9 എക്സ് റൈസ് ടു മൈനസ് 9 സോറി ഇവിടെ 10 അല്ലേ, യെസ് ദിസ് ഈസ് 10 ആൻഡ് എക്സ് റൈസ് ടു മൈനസ് 7ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 7 എക്സ് റൈസ് ടു മൈനസ് 8. സോ എക്സാക്ട്ലി ഈ പാർട്ടിൻ്റെ ഈ സ്ക്വയറിൻ്റെ ഉള്ളിലുള്ള ടേമിൻ്റെ നെഗറ്റീവ് ഡെറിവേറ്റീവ് ആണ് ഇവിടെ. നമുക്കറിയാം 1 ബൈ ഡി യു ഡിവൈഡഡ് ബൈ യു സ്ക്വയർ ഇൻ്റഗ്രേഷൻ മൈനസ് 1 ബൈ യു പ്ലസ് സി എന്നാണ് എങ്കിൽ നമുക്ക് മൈനസ് ഡി യു ബൈ യു സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് 1 ബൈ യു ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് ഈ ഇൻ്റഗ്രേഷൻ എഴുതാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുക്കാൻ പോകരുത്. എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് സ്ക്വയർ ഇൻ്റഗ്രേഷൻ മൈനസ് 1 ബൈ എഫ് ഓഫ് എക്സ്. സോ മൈനസ് 1 ബൈ ഇവിടെ ആക്ച്വലി എന്താണ് മൈനസ് എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് മൈനസും ഇല്ല, നേരിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി 1 ബൈ എക്സ് റൈസ് ടു മൈനസ് 9 പ്ലസ് എക്സ് റൈസ് ടു മൈനസ് 7 പ്ലസ് 2 എന്നായിരിക്കും വരിക പ്ലസ് സി. ദിസ് ഈസ് എഫ് ഓഫ് എക്സ്. നമുക്കിതൊന്ന് ഭംഗിയായിട്ട് എഴുതാം. ദാറ്റ് ഈസ് എക്സ് റൈസ് ടു മൈനസ് 9 വെച്ച് എക്സ് റൈസ് ടു 9 വെച്ച് കണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഈസ് 1, ദിസ് ഈസ് എക്സ് സ്ക്വയർ, ദിസ് ഈസ് 2x റൈസ് ടു 9 പ്ലസ് സി. ആൻഡ് ക്വസ്റ്റ്യൻ ഗീവ്സ് സം വാല്യൂ ടു ഫൈൻഡ്. ഒരു ബൗണ്ടറി കണ്ടീഷൻ സി കണ്ടുപിടിക്കാൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ബൗണ്ടറി കണ്ടീഷൻ? ദാറ്റ് ഈസ് എഫ് ഓഫ് 1/4 ആണ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് 1/4 ആണെങ്കിൽ സോ 1/4 ഈക്വൽ ടു എക്സിന് 1 കൊടുത്താൽ ദിസ് ഈസ് 1/4 പ്ലസ് സി, മീനിങ് സിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? ദിസ് ഈസ് എക്സ് റൈസ് ടു 9 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2x റൈസ് ടു 9. ഇനി എന്താണ് വേണ്ടതെന്ന് നോക്കാം. ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് എ എന്ന് പറയുന്നതിൽ എഫ് ഡാഷ് 1ൻ്റെ വാല്യൂ വേണം. അപ്പോൾ ഇതിന് എഫ് ഓഫ് എക്സ് ഉണ്ടെങ്കിൽ എഫ് ഡാഷ് എക്സ് ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഡിനോമിനേറ്റർ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2x റൈസ് ടു 9 ദി ഹോൾ സ്ക്വയർ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2x റൈസ് ടു 9 ദിസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x raised to 9, 9x raised to 8 minus x raised to 9 into derivative of this term which is 2x plus 18x raised to 8. So f dash 1 എന്ന് പറയുന്ന സമയത്ത് 1ന് 1 ഇട്ട് കൊടുത്താൽ this is denominatorൽ എത്രയാ 1 plus 1 4 എന്ന് വരും. 4ൻ്റെ സ്ക്വയർ 16. This is 4 into 9 that is 36 minus 1 into 2 plus 20. So this is 20. 16 by 16 which is 1. So f dash 1ൻ്റെ വാല്യൂ 1 ആണ്. ദെൻ നമുക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ബി എന്ന് പറയുന്നതിൻ്റെ ഓക്കെ ബി എന്ന് പറയുന്നത് അഡ്ജ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ ഡിറ്റർമിനൻ്റ് ഓഫ് ബി ക്വസ്റ്റ്യനിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് ഓഫ് ബി 81 ആണ്. സോ ഈ സൈഡിൽ ഡിറ്റർമിനൻ്റ് എടുത്താൽ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ വിച്ച് ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ റൈസ് ടു n minus 1 square, that is determinant of a. n is the order of the matrix which is 3 minus 1 2 square which is 4 and question gives this is 81. അപ്പോൾ determinant of a എത്രയാണ്? determinant of a എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 3 എന്നായിരിക്കും ആൻസർ വരിക. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? determinant of a ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ determinant of a that is 0 0 1 4 1 1 alpha square 1/4 1. This is a ൻ്റെ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഓൾറെഡി അറിയാം അത് പ്ലസ് ഓർ മൈനസ് 3 ആണ്. സോ എക്സ്പാൻഡിങ് അലോങ് R1. സോ ഇവിടെ 1 ഇൻറ്റു 4 into 1/4 that is 1 minus alpha square is the determinant of a. This equal to എത്രയാണ്? ഒന്നുകിൽ 3 ആയിരിക്കാം അല്ലെങ്കിൽ 1 minus alpha square minus 3 ആയിരിക്കാം. 1 minus alpha square 3 ആണെങ്കിൽ alpha squareൻ്റെ വാല്യൂ -2 ആകും. സോ ദിസ് ഈസ് നോട്ട് റിയൽ സിറ്റുവേഷൻ. ആൽഫ സ്ക്വയർ ഈക്വൽ ടു 4 ആണെങ്കിൽ ആൽഫ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2. ഇതൊരു റിയൽ സൊല്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൽഫ സ്ക്വയറിൻ്റെ വാല്യൂ തന്നെയാണ് ക്വസ്റ്റ്യൻ. സോ ഫൈനൽ ആൻസർ ഇസ് 4 എന്നായിരിക്കും ലാസ്റ്റ് കിട്ടുക. ദെൻ ട്രിഗണോമെട്രിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ട്രിഗണോമെട്രിയിൽ നമുക്ക് സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി ഫോർമുല വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ
സൈൻ 36 കോസ് 36 ഇതുപോലത്തെ വാല്യൂസ്. അപ്പം നിങ്ങൾ പഠിക്കേണ്ട ആംഗിൾസ് എന്ന് പറയുന്നത് നമ്മൾ 30, 60, 90, 45 ഇതൊക്കെ എല്ലാ ആൾക്കാരും പഠിക്കുന്ന വാല്യൂസാണ്. അത് മാത്രമല്ല അവിടെ വെച്ചാണ്ട് ഡിറൈവ് ചെയ്യാൻ നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം, 15 ഡിഗ്രി, 18 ഡിഗ്രി ആൻഡ് 22.5 ഡിഗ്രി, 36 ഡിഗ്രി, 54 ഡിഗ്രി, 67.5 ഡിഗ്രി ആൻഡ് 72 ഡിഗ്രി, ഈ 3 ആംഗിൾസിൻ്റെ വാല്യൂസ് സൈനിൻ്റെതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. സൈനിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ കോസിൻ്റെ വാല്യൂ π/2 മൈനസ് തീറ്റ, കോസ് തീറ്റ ഈക്വൽ ടു സൈൻ π/2 മൈനസ് തീറ്റ, അതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ട് എഴുതിയാൽ കോസിൻ്റെ വാല്യൂസ് കിട്ടും. ആൻഡ് ഇവരുടെ റേഷ്യോ എടുത്താൽ ടാനിൻ്റെ വാല്യൂ കിട്ടും. സോ സൈനിൻ്റെ വാല്യൂസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ആംഗിൾസിൻ്റെത് പഠിച്ചിരിക്കണം കേട്ടോ. അതിനെ ബേസ് ചെയ്ത് ഇപ്രാവശ്യത്തെ 2 ഷിഫ്റ്റിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സോ ആ പറയുന്ന പാർട്ട് കൂടി ഒന്ന് ഡീൽ ചെയ്ത് വെക്കണം. ദെൻ കോസെക്സിൻ്റെ കോട്ടെക്സിൻ്റെ വാല്യൂ 5/12 ആണ്. സോ ദിസ് ഈസ് ആക്ച്വലി 5/12. ദിസ് ഈസ് 5, ദിസ് ഈസ് 12, ദിസ് ഈസ് 13. ആൻഡ് എക്സ് എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രൻ്റ് ആണ്. തേർഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ ദിസ് എക്സ്പ്രഷൻ ഗിവ്സ് ദി ആൻസർ. ലെറ്റ്സ് ഓപ്പൺ ദിസ് തിങ്. സൈൻ 7x ഇൻറ്റു കോസ് 13x/2 കോസ് 13x/2 പ്ലസ് സൈൻ 7x ഇൻറ്റു സൈൻ 13x/2 സൈൻ 13x/2 പ്ലസ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കോസ് 7x ഇൻറ്റു കോസ് 13x/2 പ്ലസ് അല്ല മൈനസ് കോസ് 7x ഇൻറ്റു സൈൻ 13x/2 നോക്കൂ, ഇതെല്ലാം കൂടി സം ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടൊന്ന് ഗ്രൂപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് സൈൻ എ കോസ് ബി ആൻഡ് ഇവിടെ കോസ് എ, ഓക്കെ ഇതിലല്ല, ഇതിൽ കോസ് എ സൈൻ ബി എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി സൈൻ എ മൈനസ് ബി ആണ്. അപ്പോൾ സൈൻ 7x മൈനസ് 13x/2 പ്ലസ് അടുത്തത് കോസ് 7x കോസ് 13x/2 പ്ലസ് സൈൻ 7x സൈൻ 13x/2 കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി കോസ് എ മൈനസ് ബി ആണ്. അപ്പോൾ ഇവിടെ കോസ് 7x minus 13x/2. So 14x minus 13x, that is sin x/2 plus cos x/2. ഇതാണ് നമുക്ക് കിട്ടുന്ന 2 വാല്യൂസ് എന്ന് പറയുന്നത്. sin x/2 plus cos x/2. നോക്കൂ, നമുക്ക് അറിയാവുന്നത് എന്താ അറിയോ, കോട്ട് എക്സിൻ്റെ വാല്യൂ ദിസ് ഈസ് 5, 12, 13 ഈ പറയുന്ന രീതിയിലാണ്. കോട്ടെക്സിൻ്റെ വാല്യൂ എത്രയാണ്, 5/12 ആണെന്ന് അറിയാം. ആൻഡ് ഇറ്റ് ഈസ് തേർഡ് ക്വാഡ്രൻ്റ് ആണ് എങ്കിൽ ഇവിടെ കോസെക്സിൻ്റെ വാല്യൂ എത്രയാണ്, കോസെക്സിൻ്റെ വാല്യൂ മൈനസ് 5/13 ആണ്. കോസെക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ കോസ് x/2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് 2 cos square x/2 മൈനസ് 1. ദിസ് ഈക്വൽ ടു കോസ് എക്സ് ഈക്വൽ ടു 2 cos square x/2 മൈനസ് 1. സോ മൈനസ് 5/13 plus 1/2 equal to cos square x/2. This is 13 minus 5, 8 by 26 which is 4/13. അപ്പോൾ ഇതിലിനി പ്ലസ് ഓർ മൈനസിൽ ഏതാണ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നോക്കൂ, എക്സിൻ്റെ വാല്യൂ ഏതാണ്, ദാറ്റ് ഈസ് പൈയും 3π/2ൻ്റെ ഇടയിലാണ്. അപ്പോൾ x/2ൻ്റെ വാല്യൂ ഏത് ക്വാഡ്രൻ്റ് ആണ് എന്ന് മനസ്സിലാക്കണം. ദാറ്റ് ഈസ് π/2നും 3π/4നും ഇടയിലാണ്. ദിസ് ഈസ് ആക്ച്വലി സെക്കൻഡ് ക്വാഡ്രൻറ്റ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോസ് നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് കോസ് x/2ൻ്റെ വാല്യൂ എത്രയാണ് എടുക്കാൻ പറ്റുക, കോസ് x/2ൻ്റെ നെഗറ്റീവ് സൊല്യൂഷൻ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ -2/√13 എന്നായിരിക്കും വരാം. ആൻഡ് അപ്പോൾ സൈൻ x/2 സൈൻ ആക്ച്വലി പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിളും കൂടി കൺസിഡർ ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു x/2 ആംഗിളിൽ. ദിസ് ഈസ് 2, ദിസ് ഈസ് √13. ദെൻ ഇവിടെ 9ൻ്റെ √3 എന്നായിരിക്കും വരിക. സോ സൈൻ x/2 ഈസ് 3/√13. സോ സൈൻ x/2 പ്ലസ് കോസ് x/2 ഈസ് ഫൈനൽ ആൻസർ. ഇത് 1/√13 വിൽ ബി ദ ഫൈനൽ. നെക്സ്റ്റ്, number of solutions of this equation important ആണ്. Solutions of
ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് 3-4 ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻസ് കണ്ടു കേട്ടോ. റൂട്ട് കോസ് 2 തീറ്റ പ്ലസ് 8 കോസ് തീറ്റ, ഇവിടെ ഒരു തീറ്റ ഉണ്ട്, പ്ലസ് 3 റൂട്ട് 3 ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് ചെയ്യാം, കോസ് 2 തീറ്റ കോസ് തീറ്റയിലാക്കിയാൽ നമുക്കിതൊരു ക്വാഡ്രാറ്റിക് ഓഫ് കോസ് ആക്കി മാറ്റാം, കോസ് തീറ്റയാക്കി മാറ്റാം. റൂട്ട് 3 ഇൻറ്റു 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 പ്ലസ് 8 കോസ് തീറ്റ 8 കോസ് തീറ്റ പ്ലസ് 3 root 3 equals 0. So 2 into root 3, that is 2 root 3 times of cos square theta plus 8 cos theta 3 root 3 minus root 3 എന്ന് പറയുമ്പോൾ സമയത്ത് plus 2 root 3 equal to 0. ഒരു 2h ക്യാൻസൽ ഔട്ട് ചെയ്താൽ root 3 times of cos square theta plus 4 cos theta പ്ലസ് റൂട്ട് 3 ഈക്വൽ 0. ഒന്നുകിൽ നിങ്ങൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കിത് ഫാക്ടറൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. റൂട്ട് 3 ടൈംസ് ഓഫ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 3 കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ പ്ലസ് റൂട്ട് 3 ഈക്വൽ 0. സോ ഒരു റൂട്ട് 3 കോസ് തീറ്റ ഔട്ട് സൈഡ് എടുത്താൽ ദിസ് ഈസ് കോസ് തീറ്റ പ്ലസ് റൂട്ട് 3 plus cos theta plus root 3, this equal to 0. So cos theta plus root 3 outside എടുത്ത് cos theta plus root 3 into root 3 times of cos theta plus 1, this equals 0. Cos theta equal to minus root 3 and cos theta equal to minus 1 by root 3. Cos theta equal to minus root 3 we can cancel. Cos തീറ്റയുടെ റേഞ്ച് -1 to 1 ആണ് വീണു. ആൻഡ് കോസ് തീറ്റ -1 by root 3 ആകുന്ന സൊല്യൂഷൻസ് അല്ല, നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ്. നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആർ ആക്ച്വലി നമ്പർ ഓഫ് ഇന്റർസെക്ഷൻ പോയിന്റ്സ് ഓഫ് y ഈക്വൽ ടു കോസ് തീറ്റ ആൻഡ് y ഈക്വൽ ടു -1 by root 3. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുക. ദിസ് ഈസ് കോസ് തീറ്റ, ദിസ് ഈസ് ഇവിടെ പൈ ആയി, നമുക്ക് ഏതുവരെ വേണ്ടത് 2π വരെ. യെസ്, ഇവിടെ 2π ആയി. This is 2π. This is pi, cos pi -1 0. ഇവിടെ -π -2π എത്ര വരെ പോകണം, -3π വരെ വേണം. സോ -3π. Yes, this is -3π. നോക്കൂ, കോസ് തീറ്റയുടെ വാല്യൂ -1നും 1നും ഇടയിൽ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ -1 by root 3 ആകുന്ന എത്ര ലൊക്കേഷൻസ് ഉണ്ട് എന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, y ഈക്വൽ ടു -1 by root 3 എന്ന് പറയുന്ന ഒരു ലൈൻ അങ്ങ് വരക്കാം. ദിസ് ഈസ് y ഈക്വൽ ടു -1 by root 3. സോ ഈ ലൈന് കട്ട് ചെയ്ത സ്ഥലത്തൊക്കെ കോസ് തീറ്റയുടെ വാല്യൂ എന്താണ്, -1 by root 3 ആണ്. സോ ഇവിടെ കോസ് തീറ്റയുടെ വാല്യൂ -1 by root 3 ആയിട്ടുണ്ട്, ഇവിടെ -1 by root 3, ഇവിടെ -1 by root 3, ഇവിടെ -1 by root 3. സോ എത്ര ലൊക്കേഷൻസ് ഉണ്ട് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എത്ര പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഉണ്ടെന്ന് കൗണ്ട് ചെയ്താൽ മതി. 1 2 3 4 5 5 പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ. സോ നമ്പർ ഓഫ് സൊല്യൂഷൻ ഈസ് 5. ദെൻ നമ്മളെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞതാണ് ഇൻ്റഗ്രേഷൻ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് പറയുന്ന ഫോർമാറ്റിൽ ഒരു ഇൻ്റഗ്രേഷൻ വന്നാൽ ഫൈനൽ ആൻസർ ബി മൈനസ് എ ബൈ 2 എന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഹിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പ്രോബ്ലം ആക്ച്വലി ആ രീതിയിലാണ് നിൽക്കുന്നത്. ഡയറക്റ്റായിട്ട് ഒരു ചെറിയൊരു സ്റ്റെപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് π by 24 5π by 24. നമുക്ക് ഇവിടെ റൂട്ട് ടാൻ എക്സ് നമുക്ക് റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് കോസ് എക്സ് എന്ന് എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ റൂട്ട് കോസ് 2x ബൈ റൂട്ട് കോസ് 2x പ്ലസ് റൂട്ട് സൈൻ 2x. നോക്കൂ, ഇവിടെ എക്സ് നമ്മൾ കിങ്സ് റൂൾ അപ്ലൈ ചെയ്യുക. ശരിക്കും ഇത് തിയറിറ്റിക്കലി ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദിസ് ഈസ് ഐ, ഇത് എക്സ് റീപ്ലേസ് വിത്ത് നമ്മൾ എന്താണ് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ മൈനസ് എക്സ് എന്ന് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് π by 24 പ്ലസ് 5π by 24, ദാറ്റ് ഈസ് 6π by 24 π by 4, റൈറ്റ്? π by 4 മൈനസ് എക്സ് എന്നാണ് വരുന്നത്. സോ 2xൻ്റെ വാല്യൂ തന്നെ അങ്ങ് റീപ്ലേസ് ചെയ്യാം. 2xൻ്റെ വാല്യൂ എന്താണ് ശരിക്കും π by 2 മൈനസ് 2x ആണ്. π
π/2 മൈനസ് 2x എന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കോസ് π/2 നോക്കൂ, ഇത് കോസ്, ഇത് സൈൻ, ഇത് ആ സെയിം കണ്ടീഷനാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ b-a/2 ചെയ്താൽ മതി. ഓക്കെ, i ഈക്വൽ ടു ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതായിരിക്കും വരിക π/24. ദിസ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് കോസ് π/2 മൈനസ് 2x ബൈ square root of cos π/2 minus 2x, π/2 minus 2x plus square root of sin π/2 minus 2x, π/2 minus 2x. So this is sin, but I equal to π/4 to 5π/4, 5π/4. This is root of sin 2x by root of sin 2x പ്ലസ് റൂട്ട് ഓഫ് കോസ് 2x. ഇനി ഈ രണ്ട് ഇൻ്റഗ്രലും ആഡ് ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്റർ സെയിം ആയത് ഏത്, ഇതും ആഡ് ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്, ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സെയിം ആണ്. സോ ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ ന്യൂമറേറ്റർ ആഡ് ചെയ്യുന്ന സമയത്ത് റൂട്ട് കോസ് 2x പ്ലസ് റൂട്ട് സൈൻ 2x ബൈ റൂട്ട് കോസ് 2x പ്ലസ് റൂട്ട് സൈൻ 2x, ദാറ്റ് ഈസ് 1 ഇൻ്റെ ഇൻ്റഗ്രൽ എക്സിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് വിച്ച് ഈസ് 2i, ദെൻ i ഈക്വൽ ടു b-a/2. സോ ഫൈനൽ ആൻസർ ഓഫ് i എന്ന് പറയുന്നത് 5π/4 മൈനസ് π/4/2. 24 ആണ്, നോട്ട് 4, 24. സോ ദാറ്റ് ഈസ് 4π/24, ദാറ്റ് ഈസ് π/6 പകുതി π/12. Now differential equationൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ എക്സാക്ട് ഡിഫറൻഷ്യൽ വെച്ച് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഏതർ യു ക്യാൻ ഗോ വിത്ത് ദാറ്റ് ഓർ എക്സാക്ട് ഡിഫറൻഷ്യൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വൺ ഓഫ് ദി എക്സാമ്പിൾ ഓഫ് എക്സാക്ട് ഡിഫറൻഷ്യൽ. അപ്പോൾ എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ഞാൻ ഈ ടേമിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഐ എം ടേക്കിംഗ് എക്സ് സ്ക്വയർ ഔട്ട് സൈഡ് എടുത്താൽ സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തേക്ക് എക്സേ വരുള്ളൂ. ബാക്കി എന്താ ഉള്ളത്, സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ 1 പ്ലസ് വൈ ബൈ എക്സ് ദി ഹോൾ സ്ക്വയർ, ദിസ് ഈക്വൽ ടു ഡി എക്സ് എന്നായി. നോക്കൂ, വൈ ബൈ എക്സിൻ്റെ എക്സാക്ട് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ ആണ്. സോ ഞാൻ ഈ സൈഡിലും ഒരു എക്സ് വെച്ച് ഡിവൈഡ് ചെയ്തു, ഈ സൈഡിലും ഒരു എക്സ് വെച്ച് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ ഇതെന്തായി, ഈ പറയുന്ന ദിസ് മച്ച് പാർട്ട് ഈസ് ആക്ച്വലി എക്സാക്ട് ഡിഫറൻഷ്യൽ ഓഫ് വൈ ബൈ എക്സ്. സോ ഡി ഓഫ് വൈ ബൈ എക്സ് by square root of 1 plus y by x the whole square, this equal to dx by x. So integrating both sides. ഇവിടെ ഇപ്പോൾ ഇതെന്താണ്, ഇത് യു ആയിട്ട് എടുത്താൽ ഇത് ഡി യു പോലെ നമുക്ക് അങ്ങനെ ആലോചിക്കാം. സോ ദിസ് ഇൻ്റഗ്രേഷൻ ഈസ് log y by x plus square root of 1 plus y by x the whole square. This equal to 1 by x in integral, that is log x, ആൻഡ് കോൺസ്റ്റൻറ്റ് ലോഗ് കെ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് രണ്ടും കൂടി കൂട്ടിയിട്ട് ലോഗ് കെ എക്സ് എന്ന് എഴുതിയാൽ മതി. എന്ത്, ഇവിടെ 1 ബൈ എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് എക്സ് കോൺസ്റ്റൻറ്റ് ലോഗ് കെ, സോ ലോഗ് എക്സ് പ്ലസ് ലോഗ് കെ എക്സ്, ടേക്കിംഗ് ആൻറ്റി ലോഗ് ബോത്ത് സൈഡ്സ്. സോ വൈ ബൈ എക്സ് പ്ലസ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് എന്നേ വരുള്ളൂ, സ്ക്വയർ റൂട്ടും ക്യാൻസലായി പോയി, ഈക്വൽ ടു കെ എക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ബൗണ്ടറി കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് y ഓഫ് 1ൻ്റെ വാല്യൂ 0 ആണ്. വെൻ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 0, സോ ഇത് 0 ആയിപ്പോയി. ദെൻ ദിസ് ഈസ് 1 ഈക്വൽ ടു കെ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ദെൻ വൈ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ദിസ് ഈക്വൽ ടു എത്രയാണ്, എക്സ് സ്ക്വയർ എന്നുള്ള കണ്ടീഷനാണ് വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ y ഓഫ് 3യുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. സോ എക്സിന് 3 എന്നിട്ട് കൊടുത്താൽ y പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 9 പ്ലസ് വൈ സ്ക്വയർ, ദിസ് ഈക്വൽ ടു 9. ദെൻ ഈ ടേമിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് സ്ക്വയർ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് y ഈക്വൽ ടു 4 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. സോ y ഈക്വൽ ടു 4.
Okay, question. ഇത് ലെബനിസ് വെച്ചാണ് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. സോ വൺസ് അഗെയിൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും കാണുന്നുണ്ട്. സോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എയ്തർ യു ക്യാൻ ഗോ വിത്ത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതല്ലെങ്കിൽ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇങ്ങനത്തെ ചോയ്സസ് വരുന്ന പ്രോബ്ലംസ് ആണ് വന്നിട്ടുള്ളത്. ചില ക്വസ്റ്റ്യൻസിൽ ഹോമോജീനിയസ് ആക്കിയിട്ട് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ എക്സാക്റ്റ് ആക്കിയിട്ടും ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏതാണോ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് അത് വെച്ച് ചെയ്യാം, അതേ ഉള്ളൂ കേട്ടോ. സോ ചെയ്യുന്നത് സ്പീഡപ്പ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു ക്വസ്റ്റ്യൻ എല്ലാ ഷിഫ്റ്റിലും ഉണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ അത്ര ലെങ്തി അല്ല, ഒരു ക്വസ്റ്റ്യനും വന്നതൊന്നും ലെങ്തി അല്ല. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വന്ന ക്വസ്റ്റ്യനൊക്കെ കമ്പാരിറ്റീവ്ലി ഇൻ്റഗ്രേഷനൊക്കെ കാൽക്കുലസിലെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലുള്ളത്. സോ ഒന്ന് ശ്രദ്ധിക്കാം. സോ നമുക്കിവിടെ എഫ് ഓഫ് ടുവിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താണെന്ന് അറിയണം. എഫ് ഓഫ് എക്സ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒരു ഇൻ്റഗ്രൽ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്ത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫംഗ്ഷൻ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് 6 ഇൻറ്റു ഇവിടെ ഇത് കോമ്പോസിഷൻ നടത്തിയാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ദെൻ എഫ് ഓഫ് 1 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് അത് എഴുതുന്നില്ല. ദെൻ ഈ പാർട്ടിൽ ഇവിടെ പ്രൊഡക്റ്റ് റൂളാണ്, എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് 4 ഡെറിവേറ്റീവ് 0. സോ കോമൺ ആയിട്ടൊരു 3 ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. സോ ഇവിടെ 3 ക്യാൻസൽ ചെയ്തു, ഇവിടെ ഒരു 2 എന്നിട്ട് കൊടുത്തു. 2 എഫ് ഓഫ് എക്സ്, ഇവിടെ ഒരു എഫ് ഓഫ് എക്സ്. സോ സിംപ്ലി ഈ സൈഡിൽ ഒരു എഫ് ഓഫ് എക്സ് മാത്രം, എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് പ്ലസ് x². സോ ഈ ടേം ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് സിംപ്ലി എന്താണ്, y ആണ്. എഫ് ഡാഷ് എക്സ് ഈസ് dy by dx. സോ y ഈ മൈനസ് എക്സ് ഇൻറ്റു dy by dx ദിസ് ഈക്വൽ ടു എത്രയാണ്, x² എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന എക്സ്പ്രഷൻ. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ y dx മൈനസ് എക്സ് dy ഡിവൈഡഡ് ബൈ ഹോൾ dx ഈ സൈഡിലേക്ക് മാറ്റി x² dx. x² വെച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്താൽ y dx മൈനസ് എക്സ് dy ബൈ x² this equal to dx. This is the exact derivative of y by x. So y by x ന്റെ exact derivative ആണ്. This is dx. Integrating both sides. So ഇവിടുത്തെ integral y by x, dx ന്റെ integral x plus c എന്നായിരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ബൗണ്ടറി കണ്ടീഷൻ ചില ക്വസ്റ്റ്യനിൽ തരില്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന രീതിയിൽ ഇൻ്റഗ്രൽ ഇക്വേഷൻ തരുന്ന ക്വസ്റ്റ്യൻസിൽ ബൗണ്ടറി കണ്ടീഷൻ തരാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. അങ്ങനെ തരാത്ത ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ലുക്ക് അറ്റ് ദി ലോവർ ലിമിറ്റ്. ആ ലോവർ ലിമിറ്റ് തന്നെ ഞാൻ ഈ പറയുന്ന എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നോക്കൂ, ഇൻ്റഗ്രൽ എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് ആക്ച്വലി 0. ഇത് 0 ആയിരിക്കും അല്ലേ. നമുക്ക് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് നമുക്കറിയാം, വിച്ച് ഈസ് ഓൾജിബ്രായിക് സം ഓഫ് ഏരിയാസ്, റൈറ്റ്. അപ്പോൾ ഇവിടെ എ മുതൽ എ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആ കർവിൻ്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എക്സിന് ഞാൻ 1 എന്നിട്ട് കൊടുത്താൽ ഈ പാർട്ടിൽ എന്തായിരിക്കും, 0 ഈക്വൽ ടു എക്സിന് 1 ഇട്ട് കൊടുത്തേ, ദറ്റ് ഈസ് 3 ഇൻറ്റു 1 3 ഇൻറ്റു എഫ് ഓഫ് 1 ഇവിടെ പ്ലസ് 1 മൈനസ് 4 ദറ്റ് ഈസ് മൈനസ് 3. എഫ് ഓഫ് 1 ഈസ് ആക്ച്വലി 1. വെൻ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1 ആണ് എന്നുള്ള ബൗണ്ടറി കണ്ടീഷൻ അതിൽ നിന്ന് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ഇൻ്റഗ്രൽ ഇക്വേഷൻ തരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്രോബ്ലത്തിലൊക്കെ മോസ്റ്റ് ഓഫ് ദ ടൈം അവർ ബൗണ്ടറി കണ്ടീഷൻ തരില്ല. തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ അവരൊന്നും തന്നിട്ടില്ല എങ്കിൽ യൂസ് ദിസ് ഈസ് യുവർ ബൗണ്ടറി കണ്ടീഷൻ, ഇങ്ങനെ വേണം പ്രൊസീഡ് ചെയ്യാൻ. സോ എക്സ് ഈക്വൽ ടു 1 ആകുന്ന സമയത്ത് വൈ ഈക്വൽ ടു 1 ആണ്. എക്സ് ഈക്വൽ ടു 1 വെൻ വൈ ഈക്വൽ ടു 1. സോ 1 equal to 1 plus c. So c equal to look at here, correct alle. Okay, ഇവിടെ ഒരു സിമ്പിൾ മിസ്റ്റേക്ക് ഉണ്ട്, നോക്കും. ഇവിടെ y dx മൈനസ് എക്സ് ഡി വൈ ബൈ x². ശരിക്കും ഇവിടെ ഒരു മൈനസ് കൂടിയില്ലേ.
because derivative of y by x is x square x dy minus y dx. ഇതാണ് എക്സാക്ട് ഡെറിവേറ്റീവ് ഓഫ് y by x എന്ന് പറയുന്നത്. x dy x into derivative of y minus y into derivative of x by x square ആണ്. So let's take one negative outside, minus of x dy minus y dx by x square, this equal to dx. So ഇവിടെ minus of derivative of y by x equal to x dx, then integrating both sides. So minus y by x equal to x plus c, then x equal to 1 y equal to 1 എന്നുള്ള കണ്ടീഷൻ ഇട്ട് കൊടുത്താൽ x equal to y equal to 1 കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ minus 1 equal to 1 plus c, c equal to minus 2. So c equal to minus 2 ആണ് എങ്കിൽ minus y by x which is equal to x minus 2, minus കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ y equal to minus of x into x minus 2. Let's put this thing here. Then f of 3 minus f of 2 minus f of 3 അങ്ങനെ എന്തോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, f of 2 minus f of 3. So when x equal to 2 y equal to 0 and x equal to 3 y equal to this is 3 minus okay minus 3. So f of 2 ഇതാണ്, this is actually f of 2, ഇതിനെയാണ് f of 2 എന്ന് പറയുന്നത്, f of 3 എന്ന് പറയുന്നത്. when x equal to 3 ആകുന്ന സമയത്ത് yക്ക് കിട്ടുന്ന വാല്യൂ ആണ് f of 3. f of 2 minus f of 3 0 minus minus 3 ആൻസർ പ്ലസ് 3 എന്ന് വരും. യെസ്. ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ എത്രയാണെന്ന് അറിയില്ല, എന്തായാലും ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. A1 is the area bounded by y equal to x square plus 2 and x plus y equal to 8, comma y-axis in the first quadrant. A2 is the another area. അപ്പോൾ നമുക്ക് ആദ്യം A1 മാത്രം നോക്കാം. A1 എന്ന് പറയുന്ന ഏരിയ അവർ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? y equal to x square plus 2. y equal to x square എന്ന് പറയുന്നത് y ആക്സിന് സിമെട്രിക് ആയിട്ടുള്ള പരാബോളയാണ്. ഇവിടെ y equal to x square plus 2 എന്ന് പറയുമ്പോൾ മുകളിലേക്ക് എന്ത് ചെയ്ത് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരാബോളയാണ്. സോ ഇവിടെ ഇതാണ് y equal to x square plus 2 എന്ന് പറയുന്നത്, y equal to x square plus 2. ആൻഡ് x plus y equal to 8, when y 0 ആകുന്ന സമയത്ത് x 8ഉം ആൻഡ് x 0 ആകുന്ന സമയത്ത് y 8ഉം ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ. സോ ദിസ് വൺ, ഇതാണ് x plus y equal to 8 എന്ന് പറയുന്നത്. ഈ പറയുന്ന രണ്ട് കർവുകളും ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ, ദാറ്റ് ഈസ് ദിസ് മച്ച് ഏരിയ ദാറ്റ് വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഈ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈ ലൈനിൻ്റെ താഴെയുള്ള ഏരിയയിൽ നിന്ന് ഈ കർവിൻ്റെ താഴെയുള്ള ഏരിയ ഡിലീറ്റ് ചെയ്താൽ നമുക്ക് ഈ ഇൻ ബിറ്റ്വീൻ ടു കർവിൻ്റെ ഇടയിലുള്ള ഏരിയ എത്രയെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫോർ ദാറ്റ് പർപ്പസ് വി ഹാവ് ടു നോ വാട്ട് ഈസ് ദിസ് ലൊക്കേഷൻ. ഈ പറയുന്ന പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫോർ ഗെറ്റിംഗ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇക്വേഷൻസ് ഓഫ് ഈ പറയുന്ന എക്സ്പ്രഷനും ആൻഡ് ഈ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് x plus y equal to 8 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഓൺ സോൾവിങ് ദിസ് ടു ഇക്വേഷൻ വൈക്ക് ഞാൻ 8 minus x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 8 minus x equal to x square plus 2, then x square plus x minus 6 equals 0, x plus 3 into x minus 2 equal to 0, and this is x equal to minus 3 or 2. ഇതിൽ x equal to 2 നമുക്ക് സെലക്ട് ചെയ്യാം, ബിക്കോസ് ഇവിടെ x എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയിട്ടുള്ള ഇപ്പുറത്തെ ഒരു കട്ടിങ് ലൊക്കേഷൻ ഉണ്ട്, അത് നമുക്ക് റിജക്റ്റ് ചെയ്യാം. സോ ആക്ച്വലി ഈ പറയുന്ന ഈ ട്രപ്പീസിയം ഉണ്ടല്ലോ, ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയയിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ഈ കർവിൻ്റെ താഴെയുള്ള ഏരിയ സബ്ട്രാക്ട് ചെയ്താലും മതി. അപ്പോൾ ദിസ് ലൊക്കേഷൻ ഈസ് ആക്ച്വലി 0,8 ആൻഡ് ഈ ലൊക്കേഷൻ ഏതാണ്? വെൻ x equal to 2 y equal to x plus 2 അല്ലെ, x equal to 2 ആകുമ്പോൾ y equal to 6 ആണ്. സോ ദിസ് ഈസ് 2,6. അപ്പോൾ ഈ ട്രപ്പീസിയത്തിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്, ഇവിടുന്ന് ഇവിടേക്കുള്ള ലെങ്ത്ത് 8, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് 6 ഇൻറ്റു ഇവർക്കിടയിലെ ദൂരം 2. സോ ഇതാണ് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ. ഇതിൽ നിന്ന് ഈ പറയുന്ന കർവിൻ്റെ താഴെയുള്ള ഏരിയ, കർവിൻ്റെ താഴെ 0 മുതൽ 2 വരെ കർവിൻ്റെ y വാല്യൂ ദാറ്റ് ഈസ് x square plus 2. ദിസ് മച്ച് പാർട്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. സോ 14 മൈനസ് ഇവിടെ
x cube by 3 plus 2x 0 to 2 14 minus 8 by 3 plus 4. So 14 minus 4 10 minus 8 by 3. So 30 minus 8 എന്ന് പറഞ്ഞാൽ 22 by 3. ഇതാണ് A1 എന്ന് പറയുന്നത്. ആൻഡ് സിമിലർ വേ A2 എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? A2 ഈസ് ഏരിയ ബൗണ്ടഡ് ബൈ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ആൻഡ് y സ്ക്വയർ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 2. ഇത് ആക്ച്വലി കുറച്ചും കൂടി ഈസിയാണ് ബിക്കോസ് y ഈക്വൽ ടു y സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പരാബോള ഇങ്ങനെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 നേരത്തെ എഴുതിയ സെയിം പരാബോള y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ആൻഡ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് y ആക്സിസ് ആൻഡ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ലൈന്. ഈ പറയുന്ന പോർഷൻ ഇതാണ് അടുത്ത ഏരിയ എന്ന് പറയുന്നത്. അവിടെ ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇത്രയും പാർട്ട് ഉണ്ടല്ലോ 8/3 + 4 എന്ന് പറയുന്നതാണ് ഈ പറയുന്നത്. ഇത് മൊത്തം എത്രയാണ്? 8/3 + 4 ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഏരിയ റിജക്റ്റ് ചെയ്താൽ ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏരിയ എത്രയെന്ന് കിട്ടും. അപ്പോൾ ഈ കർവിൻ്റെ ഏരിയ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. 0 മുതൽ 2 വരെ എന്ത് ചെയ്യുക? ദറ്റ് ഈസ് അതേതാണ് കർവ്? y സ്ക്വയർ ഈക്വൽ ടു എക്സ്. അപ്പോൾ അതിൻ്റെ y വാല്യൂ എന്താണ്? √x dx. ഇത് മാത്രം ചെയ്താൽ പോരെ. ഇവിടെ 12 8 20 20/3 മൈനസ് √x 2/3 x raised to 3/2 ആൻഡ് 0 മുതൽ 2 വരെ. സോ 20/3 minus 2/3, this is 2√2 4√2/3. So this is 20 minus 4√2/3 is A2. ഇതാണ് A2 എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് A1 മൈനസ് A2 എത്രയെന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. സോ A1 മൈനസ് A2 എത്രയെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആൻസർ ആയി. ഓക്കെ, നെക്സ്റ്റ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റിലേഷൻസിൻ്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ സിമെട്രിക് ആവാൻ എത്ര എലിമെൻറ്റ്സ് ഈ റിലേഷനിലേക്ക് ആഡ് ചെയ്യണം. സോ ഒരു ഫങ്ഷൻ കണ്ടീഷൻ റിലേഷൻ കണ്ടീഷൻ എക്സും വൈയും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 4y ഈക്വൽ ടു 5x മൈനസ് 3 ആൻഡ് xy ബിലോങ്സ് ടു ദിസ് പെർട്ടിക്കുലർ സെറ്റ് M. സോ y ഈക്വൽ ടു എന്താണ്? ദറ്റ് ഈസ് 5x മൈനസ് 3 ഡിവൈഡഡ് ബൈ 4. ദെൻ എക്സിൻ്റെ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് ഏതാണ് കറസ്പോണ്ടിങ് വൈൻ്റെ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കാം. എക്സ് 1 ആകുന്ന സമയത്ത് 5 മൈനസ് 3 വിച്ച് ഇസ് 2/4 എന്ന് പറയുന്നത് ഈ കറസ്പോണ്ടിങ് വൈ വാല്യൂ ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. 2 കൊടുക്കുന്ന സമയത്ത് 10 മൈനസ് 3 7 പറ്റില്ല. 3 കൊടുക്കുന്ന സമയത്ത് 15 മൈനസ് 3 12 12/4 3 ആണ്. സോ ആക്ച്വലി 3,3 എന്ന് പറയുന്നത് റിലേഷനിലുള്ള ഒരു എലിമെൻ്റ് ആണ്. ദെൻ 4 പറ്റില്ല. ഇനി ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് 4 കൊണ്ടാണ്. സോ ഇപ്പോൾ 3 കൊണ്ട് ഓക്കെ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 3 തുടങ്ങുന്ന ഒരു AP വിത്ത് കോമൺ ഡിഫറൻസ് 4ൽ പ്രൊസീഡ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കംപ്ലീറ്റ് കിട്ടും. അതായത് ഇനി അടുത്തത് ഇനി ഇതിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് 7 x ഈക്വൽ ടു 7 ആയിരിക്കും. നമുക്ക് x 7 ആകുമ്പോൾ 35 മൈനസ് 3 32 32/4 32/4 അല്ലേ 8. സോ ദിസ് ഈസ് 7,8 എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ഇനി അടുത്തത് ഏതാ? 11 ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുക. 55 മൈനസ് 3 എന്ന് പറയുമ്പോൾ 52/4 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 13 എന്ന് വരും. ഇനി 15 എന്ന് പറയുന്നത് വർക്ക് ചെയ്യാൻ നോക്കാം. 15 × 5 4 ദാറ്റ് ഈസ് 75 മൈനസ് 3 72/4 ദാറ്റ് ഈസ് 18 ആക്ച്വലി ഈ പറയുന്ന സെറ്റിലില്ല. അപ്പോൾ റിലേഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ 3 എലിമെൻറ്റ്സ് മാത്രമാണ് റിലേഷനിലുള്ളത്. ഫോർ മേക്ക് ഇറ്റ് സിമെട്രിക് എത്ര എലിമെൻറ്റ്സ് ഇതിലേക്ക് ആഡ് ചെയ്യണം നോക്കൂ. ഇവിടെ 3 എന്ന് പറയുന്നതിൻ്റെ സിമെട്രിക് എലിമെൻറ്റ് ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് സിമെട്രിക്. ഈ എലിമെൻറ്റ് 7 8 എന്ന് പറയുന്ന ഒരു എലിമെൻറ്റ് റിലേഷൻ ഉണ്ടെങ്കിൽ ടു മേക്ക് ഇറ്റ് സിമെട്രിക് 8,7 കൂടിയും ആഡ് ചെയ്യണം.
ആൻഡ് ഓഡഡ് പെയർ 11 13% ആണെങ്കിൽ 13 11 കൂടി ആഡ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന സെറ്റിലേക്ക് പറയുന്ന റിലേഷനിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്താൽ മാത്രമേ ആ റിലേഷൻ സിമെട്രിക് ആയിട്ട് വരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കറസ്പോണ്ടിങ് റിലേഷൻ സിമെട്രിക് ആവാൻ നമുക്ക് അഡീഷണൽ ആയിട്ട് 8,7ഉം അതുപോലെ 13,11ഉം ഇത് രണ്ടും നമ്മൾ അഡീഷണലി ഇതിലേക്ക് പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. സോ എത്ര എലിമെൻറ്റ്സ് ആഡ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ദ ആൻസർ ഈസ് 2. ദെൻ ഡൊമെയിൻ പ്രോബ്ലം. ഡൊമെയിനിൻ്റെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തോ. അതിൽ തന്നെ എസ്പെഷ്യലി നമ്മൾ ട്രൈ ചെയ്യേണ്ടത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ലൈക്ക് സൈൻ ഇൻവേഴ്സോ കോസ് ഇൻവേഴ്സോ സീക്ക് ഇൻവേഴ്സോ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വരുന്നതും അതിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തോളണം. ആൻഡ് ലോഗ് അതായത് മൾട്ടിപ്പിൾ ലോഗ് കോമ്പോസിഷൻ വരുന്ന ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തോളണം. ഇത് തന്നെയാണ് നമ്മുടെ PYQൽ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത്. എല്ലാ ഷിഫ്റ്റിലും മോസ്റ്റ് ഓഫ് ദ ഷിഫ്റ്റ് ഒരു 5 ക്വസ്റ്റ്യനായിട്ട് ഡൊമെയിനിൽ ചോദിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഏകദേശം ഇതേ പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. സോ ഇവിടെ ലോഗിൻ്റെ ഇൻസൈഡ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പോരാ, ഇവിടുന്ന് ഇങ്ങോട്ട് പോയാലോ ആൻസറായി കിട്ടും. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് പോവാം. ഈ ലോഗിൻ്റെ ഇൻസൈഡ് പാർട്ടിലുള്ള ക്വാണ്ടിറ്റി പോസിറ്റീവ് ആയിരിക്കണം. ദാറ്റ് ഈസ് ലോഗ് വിത്ത് ബേസ് 5 7 മൈനസ് ലോഗ് വിത്ത് ബേസ് 2 എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 85. ദിസ് ഷുഡ് ബി എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ബേസ് 5 ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് സെയിം ഇനീക്വാളിറ്റിയിൽ നമുക്ക് ഈ ഇനീക്വാളിറ്റി സോൾവ് ചെയ്യാം. ലോഗ് 2x സ്ക്വയർ മൈനസ് 10x പ്ലസ് 85 ഈ പറയുന്ന പാർട്ട് ദറ്റ് ഈസ് എക്സ്പൊണൻഷ്യൽ ഇക്വേഷൻ ആക്കിയാൽ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. 0-നെക്കാട്ടിലും വലുതാവണമെങ്കിൽ ഇൻസൈഡ് പാർട്ടിലെ ക്വാണ്ടിറ്റി ഓഫ് ലോഗ് 1-നെക്കാട്ടിലും വലുതായിരിക്കണം. ഇത് 1-നെക്കാട്ടിലും ഈ പറയുന്ന ക്വാണ്ടിറ്റി ഇപ്പോൾ 1-നെക്കാട്ടിലും വലുതാകാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇനി അടുത്തത് നോക്കുന്നത്. സോ ഈ ടേം ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ദറ്റ് ഈസ് ലോഗ് വിത്ത് ബേസ് 2 എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 85 എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ 6 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ക്വാണ്ടിറ്റി 6-നെക്കാട്ടിലും ചെറുതാണ് ആൻഡ് ഈ ക്വാണ്ടിറ്റി 1-നെക്കാട്ടിലും കൂടുതലുമാണ്. സോ രണ്ടാൾക്കാരെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഈ ക്വാണ്ടിറ്റി 6-നെക്കാട്ടിലും ചെറുതാകുമ്പോൾ 7 മൈനസ് 6 എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് പോസിറ്റീവ് ആകുന്ന സമയത്ത് ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇത് 6-നെക്കാട്ടിലും ചെറുതാകുമ്പോൾ ഈ എക്സ്പ്രഷൻ 6-നെക്കാട്ടിലും ചെറുതാകുന്ന സമയത്ത് ഈ 7 മൈനസ് 6-നെക്കാട്ടിലും ചെറിയൊരു നമ്പറാണ് എന്നുണ്ടെങ്കിൽ ഈ വാല്യൂ 1-നെക്കാട്ടിലും വലുതാവും. അപ്പോൾ ഈ ഇൻസൈഡ് പാർട്ടിലുള്ള ക്വാണ്ടിറ്റി ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോഗ് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. യെസ്, എല്ലാ കണ്ടീഷനും ഓക്കെ ആകുന്നുണ്ട്. ദെൻ ഇവിടെ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 85 ദിസ് ഈസ് ലെസ് ദാൻ 2⁻6 വിച്ച് ഈസ് 64. സോ എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 85 ഇങ്ങോട്ട് വന്നാൽ 21 which is less than 0. That is x minus 3 into x minus 7 less than 0. വേവ് കർവ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 3-ൻ്റെയും 7-ൻ്റെയും ഇൻ ബിറ്റ്വീൻ റീജിയൻ ആണ് നമുക്ക് സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്. സോ എക്സ് ബിലോങ്സ് ടു 3 7 എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ലോഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻ്റർവെൽ. ആൻഡ് വൺ മോർ തിങ്, ഇൻസൈഡ് പാർട്ട് ഓഫ് ലോഗിൻ്റെ ഉള്ളിൽ ഒരു എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 85 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. ഈ ലോഗിൻ്റെ ഇൻസൈഡ് പാർട്ട് ദാറ്റ് ഷുഡ് ബി പോസിറ്റീവ്. ഇതും പോസിറ്റീവ് ആയിരിക്കണം. ഇത് പോസിറ്റീവ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് ആക്ച്വലി നെഗറ്റീവാണ്. ഡിസ്ക്രിമിനൻ്റ് ലെസ് ദാൻ 0യും എ ഗ്രേറ്റർ ദാൻ 0യും ആണെങ്കിൽ ദാറ്റ് ക്വാഡ്രാറ്റിക് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ ഇതിൽ ഇനി ബൗണ്ടറി കണ്ടീഷൻ വേറെ ചെക്ക് ചെയ്യാനൊന്നുമില്ല, നമുക്ക് നേരിട്ട് എന്ത് ചെയ്താൽ മതി, ഇത് തന്നെയാണ്. ദിസ് ഈസ് ഓൾവേസ് ട്രൂ. ഈ പറയുന്ന ക്വാണ്ടിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ക്വാണ്ടിറ്റിയാണ്. ദാറ്റ് ഈസ് 3x മൈനസ് 7 മോഡുലസ് ഓഫ് 3x മൈനസ് 7 ബൈ 17 മൈനസ് x, റൈറ്റ്? മോഡുലസ് ആയതുകൊണ്ട് തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. എക്സ് മൈനസ് 17 ദിസ് വാല്യൂ ഈസ് എന്തായിരിക്കണം? -1നും +1നും ഇടയിലായിരിക്കണം. അപ്പോൾ ദിസ് ഈസ് ബിറ്റ്വീൻ 0 and 1. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം എന്നാണ്. അതായത് 3x മൈനസ് 7 ബൈ x മൈനസ് 17 എന്ന് പറയുന്നത് ബിറ്റ്വീൻ -1 and +1 ആയിരിക്കണം. സോ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം, ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. 1 2. സോ ഇവിടെ ഇത് മാത്രം ചെയ്യുന്ന സമയത്ത് 3x മൈനസ് 7 ബൈ x മൈനസ് 17
plus 1 is greater than or equal to 0. That is 4x minus 24 by x minus 17 is greater than or equal to 0. So, wavy curve method apply ചെയ്യുന്ന സമയത്ത് 6 and 17 പ്ലസ് മൈനസ് പ്ലസ് ഇവിടെ ഈ പറയുന്ന റീജിയൻ, ഇവിടെ ഈ റീജിയണും ഇവിടെ ഈ റീജിയണുമാണ് ഓക്കെ ആയിട്ട് വരുന്നത്. 17ൻ്റെ റൈറ്റ് സൈഡും 6ൻ്റെ ലെഫ്റ്റ് സൈഡും. 17 എടുക്കാൻ പറ്റില്ല, ഡിനോമിനേറ്റർ 0 ആയി പോകും. ഇനി അടുത്തത് ഈ പാർട്ട് ചെയ്യുന്ന സമയത്ത് 3x മൈനസ് 7 ബൈ എക്സ് മൈനസ് 17 മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 3x മൈനസ് എക്സ് 2x മൈനസ് 7 പ്ലസ് 17 ദാറ്റ് ഈസ് plus 2x plus 10 by x minus 7. This is less than or equal to 0. That is minus 5 and 17. Minus 5 and 17. Plus minus plus ഇതിൽ മൈനസ് 5 തുടങ്ങിയിട്ട് 17 എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പറയുന്ന രണ്ട് സൊല്യൂഷൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇവിടെ 17ൻ്റെ ഔട്ട് സൈഡ് ഇവിടെ സൊല്യൂഷൻ ഇല്ല, മൈനസ് 5 17ൻ്റെ ഇടയിൽ, ഇവിടെ 6ൻ്റെ ലെഫ്റ്റ് സൈഡ്. സോ രണ്ടു പേർക്ക് ഓക്കെ ആവുന്ന വാല്യൂസ് ഈ പാർട്ട്, അതായത് സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷന് -5 മുതൽ 6 വരെയുള്ള വാല്യൂസ് മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡൊമെയിനാണ്. പക്ഷേ ഈ ടോട്ടൽ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ടും ഈ പറയുന്ന ആൾക്കും ഓക്കെ ആയിരിക്കണം. ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ ഓക്കെ ആയിരിക്കണം. സോ ദ ഇൻ്റർസെക്ഷൻ ഓഫ് 3,7 ഓപ്പൺ ഇൻ്റർവെൽ and -5, 6 closed interval is actually final answer. So this is in open interval 3, 7. ഇതും കൂടി intersect ചെയ്താൽ നമുക്ക് കിട്ടുന്ന റീജിയൻ ഏതാണ്? ഓപ്പൺ 3 ക്ലോസ്ഡ് 6, സെമി ഓപ്പൺ ഇൻ്റർവെൽ 3 ഓപ്പൺ ക്ലോസ് 6 എന്ന് പറയുന്ന ഈ ഇൻ്റർവെല്ലായിരിക്കും ഫൈനൽ ആൻസർ വരാം. Then set be the complex number which satisfy this condition. ഇത് കോംപ്ലക്സ് നമ്പറിലേക്ക് പോകുന്ന സമയത്ത് കോംപ്ലക്സ് നമ്പറിൻ്റെ ലോക്കസ് പ്രോബ്ലം ആണ് ഇത്. ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ z മൈനസ് z നോട്ട് ഈസ് ഈക്വൽ ടു സം k. ഈ പറയുന്ന ലോക്കസ് z നോട്ട് സെൻറ്ററും ആൻഡ് k റേഡിയസും ആയിട്ടുള്ള ഒരു സർക്കിളിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ സെൻറ്റർ 5,0 സെൻറ്ററും ആൻഡ് 3 യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ. ആക്ച്വലി ഈ സർക്കിൾ മാത്രമാണോ? അല്ല, സർക്കിളും സർക്കിളിൻ്റെ ഇൻസൈഡ് പോർഷനും ഇവിടുത്തെ സൊല്യൂഷനാണ്. നോക്കൂ, ഇവിടെ ഈ സർക്കിളും സർക്കിളിൻ്റെ ഇൻസൈഡ് പോർഷനും ഇവിടുത്തെ സൊല്യൂഷനാണ്. സോ ദിസ് വൺ യെസ്, ഈ പറയുന്ന ബിക്കോസ് ഈ പറയുന്നത് ഈക്വൽ ടു 3 ആണ് എങ്കിലാണ് സർക്കിളിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ലോക്കസ് ആകുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ ഇൻസൈഡ് പാർട്ട് ഓഫ് സർക്കിൾ. സോ എനി പോയിന്റ് ഓൺ ദിസ് പെർട്ടിക്കുലർ ഷെയ്ഡഡ് റീജിയൻ ഈസ് ആക്ച്വലി z. നമുക്ക് എന്താ വേണ്ടത്? ലെറ്റ് z ബി ദി കോംപ്ലക്സ് നമ്പർ സാറ്റിസ്ഫൈയിങ് ദിസ് കണ്ടീഷൻ ആൻഡ് ഹാവിങ് ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, മാക്സിമം പോസിബിൾ പോസിറ്റീവ് ആർഗ്യുമെൻറ്റ്. ഇതിൽ മാക്സിമം ആർഗ്യുമെൻറ്റ് സെഡിൻ്റെ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നും ആ കോംപ്ലക്സ് നമ്പറിലേക്ക് പോസിറ്റീവ് എക്സ് ആക്സിസ് വഹിക്കുന്ന ലീസ്റ്റ് ആംഗിളിനെയാണ് ആർഗ്യുമെൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഈ ആംഗിളാണ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഞാൻ ഇതിലുള്ള ഓരോ കറസ്പോണ്ടിങ് പോയിന്റിലേക്കുള്ള ആർഗ്യുമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ആർഗ്യുമെൻ്റ് വരിക എന്ന് പറയുന്നത് ഈ രീതിയിൽ ടാൻജൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, എക്സാക്ട്ലി ഇവിടുത്തെ ഒരു പോയിന്റ് ഉണ്ടായിരിക്കില്ലേ, ഈ പോയിന്റിൻ്റെ കറസ്പോണ്ടിങ് ഈ കോംപ്ലക്സ് പോയിന്റിൻ്റെ ആർഗ്യുമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴായിരിക്കും മാക്സിമം വരാം. ഈ ഷെയ്ഡഡ് റീജിയനിലെ ഏറ്റവും വലിയ ആർഗ്യുമെൻറ്റ് ഈ പറയുന്ന പോയിന്റാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് വി നോ ദിസ് ഈസ് ആക്ച്വലി ടാൻജൻറ്റ്. അപ്പോൾ ഈ പറയുന്ന ലെങ്ത്ത് 3 യൂണിറ്റ് ആണ്, ഈ ലെങ്ത്ത് 5 യൂണിറ്റ് ആണ്, ഈ ലെങ്ത്ത് 4 യൂണിറ്റ് ആണ്. സോ ദിസ് ലൊക്കേഷൻ, ഈ പറയുന്ന ലൊക്കേഷനിലുള്ള കോംപ്ലക്സ് നമ്പറിനെയാണ് z നമുക്ക് ഈ പറയുന്ന എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവരേണ്ടത്. ആ z എന്ന് പറയുന്നത് ഇൻസൈഡ് ആയിരിക്കണം, മാക്സിമം ആർഗ്യുമെൻറ്റും പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ദിസ് ലൊക്കേഷൻ ഈസ് ആക്ച്വലി z. ഇതാണ് z എങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ലെറ്റ്സ് മേക്ക് ദിസ് ഈസ് തീറ്റ ഈസ് ദി ആർഗ്യുമെൻറ്റ്. അപ്പോൾ ടാൻ തീറ്റയുടെ വാല്യൂ എത്രയാണ്? ടാൻ തീറ്റ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ ദിസ് ഈസ് 3/4 റൈറ്റ്. ഇത് ടാൻ തീറ്റയുടെ വാല്യൂ 3/4 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 4ൻ്റെ കോസ് കമ്പോണൻറ്റും y കോർഡിനേറ്റ് 4ൻ്റെ സൈൻ കമ്പോണൻറ്റും ആണ്. സോ
എക്സ് എന്ന് പറയുന്നത് 4 cos തീറ്റ ആൻഡ് വൈ എന്ന് പറയുന്നത് 4 sin തീറ്റ. സോ 4 ഇൻറ്റു കോസ് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് 4/5 ആൻഡ് വൈ എന്ന് പറയുന്നത് ദിസ് ഈക്വൽ ടു 4 ഇൻറ്റു സൈൻ തീറ്റയുടെ വാല്യൂ 3/5. ടാൻ തീറ്റയുടെ വാല്യൂ അറിയാലോ. സോ ദിസ് ഈസ് 16/5 ആൻഡ് എക്സ് ഈസ് 16/5, വൈ ഈസ് 12/5. ദെൻ കോംപ്ലക്സ് പോയിന്റ് ആയിട്ട് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ദിസ് സെഡ് ഈക്വൽ ടു 16/5 പ്ലസ് ഐ 12/5 എന്നായിരിക്കും കോംപ്ലക്സ് പോയിന്റ് വരാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷനിൽ 5z എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 5zന്റെ വാല്യൂ എത്രയാണ്? 5z ഈക്വൽ ടു 16 പ്ലസ് 12 അയോട്ട. ഇതാണ് 5z എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് പുട്ട് ദ വാല്യൂസ് ഹിയർ. 5z മൈനസ് 12 ബൈ 5iz പ്ലസ് 16. ഇതിൻ്റെ മോഡുലസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബാക്കി ആ എക്സ്പ്രഷനിൽ ക്രിയേറ്റ് ചെയ്യാം. സോ 5zന്റെ വാല്യൂ 16 പ്ലസ് 12 അയോട്ട മൈനസ് 12 ഡിവൈഡഡ് ബൈ ഇതിനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 16i മൈനസ് 12 പ്ലസ് 16 ഇതിൻ്റെ മോഡുലസ് വാല്യൂ ദറ്റ് ഈസ് 4 പ്ലസ് 12i ബൈ 4 പ്ലസ് 16i. സോ ഒരു 4 ക്യാൻസൽ ഔട്ട് ചെയ്താൽ 1 പ്ലസ് 3i ബൈ 1 പ്ലസ് 4i. ബൈ യൂസിങ് പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ മോഡുലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 9 ദാറ്റ് ഈസ് റൂട്ട് 10 ബൈ റൂട്ട് 17. ദെൻ ഈ മോഡുലസിൻ്റെ സ്ക്വയർ ഇൻറ്റു 34 ചെയ്യാനാണ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത്. സോ 34 ഇൻറ്റു square of this modulus value, that is 10/17, that is 2 into 10, 20 is final answer. Okay. Then omega, അതായത് ക്യൂബ് റൂട്ട് യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. ഇത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0ൻ്റെ രണ്ട് റൂട്ടുകൾ ഒമേഗ സ്ക്വയർ ആണ്. ആൻഡ് ഇതുപോലെ തന്നെ നോട്ട് ചെയ്ത് വെക്കേണ്ട വേറൊരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ദിസ് ഈക്വൽ ടു 0. ഈ പറയുന്ന ഇക്വേഷൻ്റെ റൂട്ട് മൈനസ് ഒമേഗ സ്ക്വയർ ആണ്. ആൻഡ് എക്സ് റൈസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. ഇവിടുത്തെ റൂട്ട് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ ഇതൊക്കെ പ്രോബ്ലത്തിൽ അവർ സാധാരണ പ്ലേസ് ചെയ്യാറുള്ള കണ്ടീഷൻസ് ആണെന്ന് മനസ്സിലാക്കി വെക്കണം. സോ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറയുന്നതിൻ്റെ റൂട്ടാണ് ആൽഫ എങ്കിൽ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്താണ്? സോ റൂട്ട് എന്താണ്? വൺ ഓഫ് ദ റൂട്ട് ഈസ് ഒമേഗ. യു ക്യാൻ ടേക്ക് ഇറ്റ് എയ്തർ ഒമേഗ ഓർ ഒമേഗ സ്ക്വയർ. ഇതിൽ ഏതെടുത്താലും ആൻസർ സെയിം ആയിരിക്കും. സോ ഈ പറയുന്ന എക്സ്പ്രഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമ്മ് 20 ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയെന്നുള്ളതാണ്. യു ഹാവ് ടു നോ ഒമേഗ ക്യൂബിൻ്റെ വാല്യൂ 1 ആണ് എന്നറിയണം. ആൻഡ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ പ്ലസ് 1 ഈസ് ഓൾവേസ് 0. ആൻഡ് അപ്പോൾ ഒമേഗ ക്യൂബ് 1 ആണെങ്കിൽ ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ 1 ആണ്. സോ ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ 1/ഒമേഗ ആണ്. സോ ഒമേഗ സ്ക്വയറിൻ്റെ റെസിപ്രോക്കലാണ് ഒമേഗയുടെ റെസിപ്രോക്കലാണ് ഒമേഗ സ്ക്വയർ. അതും മനസ്സിലാക്കി വെക്കണം. സോ ലെറ്റ്സ് സേ ഫസ്റ്റ് കെയുടെ വാല്യൂ 1 ആണെങ്കിൽ ഇവിടെ ഒമേഗ പ്ലസ് ആദ്യം കെയുടെ വാല്യൂ 1 ആയിരിക്കില്ലേ, 1/ഒമേഗ ദി ഹോൾ സ്ക്വയർ. വെൻ കെ ഈക്വൽ ടു 1 ദിസ് വിൽ ബി omega plus 1/omega is omega square. So omega plus omega square which is minus 1 minus omega square plus omega plus 1 0 ആണെങ്കിൽ this is minus 1 ൻ്റെ സ്ക്വയർ 1. k 2 ആകുന്ന സമയത്ത് omega square plus 1/omega square. നോക്കൂ 1/omega square ഒമേഗയാണ്. സോ omega plus omega square minus 1 ൻ്റെ സ്ക്വയർ 1. k ഈക്വൽ ടു 3 ആകുന്ന സമയത്ത് ഒമേഗ ക്യൂബ് പ്ലസ് 1/ഒമേഗ ക്യൂബ്. സോ ദിസ് ഈസ് ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ. ഒമേഗ ക്യൂബിൻ്റെ വാല്യൂ 1, 1/ഒമേഗ ക്യൂബിൻ്റെ വാല്യൂ 1. സോ 1 + 1 2ൻ്റെ സ്ക്വയർ 4. ദെൻ ഒമേഗ റേസ് ടു 4. ഒമേഗ റേസ് ടു 4 ഈസ് ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗയാണ്. സോ ഒമേഗ റേസ് ടു 4 എന്ന് പറയുമ്പോൾ വൺസ് അഗെയിൻ എന്താ വരുന്നത്? ഒമേഗ തന്നെ. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ k ഈക്വൽ ടു 4 ആകുന്ന സമയത്ത് ആൻസർ ഈ എക്സ്പ്രഷൻ ഒമേഗ റേസ് ടു 4 പ്ലസ് 1/ഒമേഗ റേസ് ടു 4 ആൻസർ എന്തായിരിക്കും വരിക? 1 ആയിരിക്കും. k ഈക്വൽ ടു 5 ആകുമ്പോൾ ആൻസർ 1 ആയിരിക്കും. k ഈക്വൽ ടു 6 ആകുന്ന സമയത്ത് ആൻസർ 4 ആയിരിക്കും.
അപ്പോൾ ഒന്ന് നോക്കിയേ, ഒരു സൈക്കിളിൽ 114, അടുത്ത സൈക്കിളിലും 114. അപ്പോൾ 20 ആകാൻ ഇങ്ങനത്തെ എത്ര ടേം വേണ്ടി വരും? അടുത്ത സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും അതിലും 114 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും വരിക. അപ്പോൾ എത്രയായി? 6 6 12 6 18ആയി. ഇനി 2 എണ്ണം കൂടിയും വേണം. അപ്പോൾ 2 1. അപ്പോൾ എന്തായി? ടോട്ടൽ എത്ര ടേംസ് ആണ് എന്ന് കിട്ടി? 3 3 6 3 9 2 11. 11 ടേംസ് ഈ പറയുന്ന എക്സ്പ്രഷനിൽ ഉണ്ടാകുമ്പോഴാണ് ആൻസർ 20 കിട്ടുക. സോ ദ വാല്യൂ ഓഫ് n ഈസ് 20. Then modulus of z minus 2 by z minus 3 equal to 2 എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ലോക്കസിൻ്റെ റേഡിയസും സെൻറ്ററും ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഈസ് എക്സ് പ്ലസ് ഐ വൈ മൈനസ് 2 ബൈ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ മൈനസ് 3 ദിസ് ഈക്വൽ ടു 2. സോ എക്സ് മൈനസ് 2 പ്ലസ് ഐ വൈ by x minus 3 plus iy, this modulus equal to 2. So modulus എടുക്കുന്ന അതിൻ്റെ കൂടെ സ്ക്വയറും കൂടി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ ഇവിടെ സ്ക്വയർ റൂട്ട് ഉണ്ട്, ഞാൻ രണ്ട് സൈഡ് സ്ക്വയർ എടുത്താൽ ഇത് 4. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു, ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു, 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 4x സ്ക്വയർ മൈനസ് 6 ഇൻറ്റു 4 ദറ്റ് ഈസ് മൈനസ് 24 മൈനസ് 24 ടൈംസ് ഓഫ് എക്സ് 9 ഇൻറ്റു 4 36 പ്ലസ് 4y സ്ക്വയർ. ഈ ടേംസ് എല്ലാം ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 3x സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ മൈനസ് 20x പ്ലസ് 36 ഈക്വൽ ടു 0. 36 അല്ല 32 ഈക്വൽ ടു 0. 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ ആക്ച്വലി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 20 ബൈ 3 ടൈംസ് ഓഫ് എക്സ് പ്ലസ് 32 ബൈ 3 ദിസ് ഈസ് 0. സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് 10 by 3, 0 ആൻഡ് റേഡിയസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 100 by 9 മൈനസ് 32 by 3 that is 96 by 9, 4 by 9, 4 by 9 root 2 by 3. So radiusum centrum കിട്ടി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we are getting the answer. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിലെ ഒരു എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് ഈ എക്സ്പ്രഷൻ്റെ മീൻ തന്നിട്ടുണ്ട്. സോ ഈ പറയുന്ന എക്സ്പ്രഷനിലെ ഒബ്സർവേഷൻസിൻ്റെ സമ്മ് അത് ഇവിടെ തന്നെ കൂട്ടിയിട്ടാണ്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം. -10 - 7 ദാറ്റ് ഈസ് -17 + 16 -1 -1 -2 + 2 0. ദെൻ x + y + 9 നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാണ്? 1 2 3 4 5 6 7 8 ഒബ്സർവേഷൻസ് ഉണ്ട്. ദിസ് ഈസ് 7/2. ദെൻ ദിസ് 2 ക്യാൻസൽ, 4 28. x + y-ൻ്റെ വാല്യൂ 19 എന്ന് വരും. ദെൻ വേരിയൻസ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻസിൻ്റെ സ്ക്വയറുകളുടെ സമ്മ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മൈനസ് മീൻ സ്ക്വയർ എക്സ് ബാർ സ്ക്വയർ. ദിസ് ഈസ് വേരിയൻസ്. ഈ പറയുന്ന വേരിയൻസ് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒബ്സർവേഷൻ്റെ സ്ക്വയറുകൾ എന്ന് പറഞ്ഞാൽ 100 + 49 + 1 + x² + y² x² + y² plus 4 + 81 4 + 81 plus 16 square 256 by number of observation 8 minus ഇവിടെ മീൻ സ്ക്വയർ എത്രയാണ്? 49/4. ദിസ് ഈക്വൽ ടു വേരിയൻസ് 293/4. ഈ ടേം ഈ സൈഡിലേക്ക് കൊണ്ടുവന്ന് x² + y² വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. x² + y² ഈക്വൽ ടു സംതിങ്. ഐ തിങ്ക് x² + y² 196 എന്ന് വരും. അപ്പോൾ x + y-ൻ്റെ വാല്യൂ 19 ആണ്, x² + y² വാല്യൂ 196 ആണ്. ആണെന്ന് തോന്നുന്നു കേട്ടോ.
ഐ തിങ്ക് ഇത് 12ഉം 7ഉം ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. 12 ഇത് 3 യെസ് 193 യെസ്. സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എക്സ് നിങ്ങൾ ഏതെടുത്താലും കുഴപ്പമില്ല. എക്സ് എന്ന് പറയുന്നത് 12 ആൻഡ് വൈ എന്ന് പറയുന്നത് 7 എടുത്തു എന്ന് വിചാരിക്കുക. ദെൻ അടുത്തത് ഈ ഒബ്സർവേഷൻസിൻ്റെ മീനാണ്, ദാറ്റ് ഈസ് 1 + x + y. അപ്പോൾ അത് ഏത് ഓർഡറിൽ എടുത്താലും എക്സും വൈ നിങ്ങൾ ഏത് ഓർഡറിൽ എടുത്താലും ഈ ഒബ്സർവേഷൻ മാറില്ല, ഈ ഒബ്സർവേഷൻ മാറില്ല. y - xൻ്റെ മോഡുലസ് ആണ്, ഒബ്സർവേഷന് സെയിം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പ്രോബ്ലം. സോ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് 163 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എ എന്ന് പറഞ്ഞ പോയിന്റ് 163 ആണ്. ആൻഡ് പോയിന്റ് ബി ആൻഡ് സി ലൈസ് ഓൺ ദിസ് പെർട്ടിക്കുലർ ലൈൻ. ബി 149 ആൽഫ എന്നാണ് തന്നിട്ടുള്ളത്. സോ ഈ ലൈനിലുള്ള പോയിന്റ് ദാറ്റ് ഈസ് x/1 y-1/2 = z-2/3 എന്ന് പറയുന്ന ലൈനിലുള്ള പോയിന്റാണ് ബി എങ്കിൽ ഡെഫിനറ്റ്ലി ബി എന്ന് പറയുന്ന പോയിന്റ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ എക്സിന് 4 ഇട്ട് കൊടുത്താൽ 4/1, വൈക്ക് 9 ഇട്ട് കൊടുത്താൽ 9 - 1/2 അതും 4/1. ദിസ് ഈക്വൽ ടു സെഡിന് ആൽഫ എന്ന് കൊടുത്താൽ ആൽഫ -2/3. സോ 12 + 2 ആൽഫയുടെ വാല്യൂ 14 ആണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ 14 എന്നാണെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി ദ ലൊക്കേഷൻ 4, 9, 14. ഇപ്പോൾ ഒരു പോയിൻ്റായി. ആൻഡ് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടി ഇവിടെ ഉണ്ട്. ആൻഡ് ബിറ്റ്വീൻ ബി ആൻഡ് സി ഓക്കെ 10 യൂണിറ്റ് ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ദൂരം എത്രയാണ്? 10 യൂണിറ്റ് ആണ്. ഓക്കെ. ദെൻ എ എന്ന് പറയുന്ന ഒരു ലൊക്കേഷന് ദേ ആർ ഗിവൺ. എ ഈസ് ആക്ച്വലി നോട്ട് പ്രസൻറ്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ ലൈൻ. ഈ പറയുന്ന രണ്ട് പോയിന്റ്, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. എ ഈസ് ഹിയർ, ദാറ്റ് ഈസ് 163. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ദിസ് ഈസ് ബേസ്, ഇത് ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് എങ്കിൽ ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഈ ലൈനിൻ്റെ പാരലൽ വെക്ടർ എന്ന് പറയുന്നത് ബി വെക്ടറാണ്. സോ ദിസ് വെക്ടർ ഈസ് ബി വെക്ടർ ആൻഡ് എ ബി വെക്ടർ, ഓർ ഇവിടെ കറസ്പോണ്ടിങ് എ ബി വെക്ടർ എന്ന് പറഞ്ഞൊരു വെക്ടറും ഉണ്ട്. നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡി പെർപെൻഡിക്കുലർ ഫ്രം എ പോയിന്റ് ടു എ ലൈൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എ ബി ക്രോസ് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയെന്ന് കിട്ടും. ഞാൻ ഇതിൻ്റെ ഹിൻഡ് മാത്രമേ ഓപ്പൺ ചെയ്ത് വെക്കുന്നുള്ളൂ. ഈ പറയുന്ന വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്താൽ ഡി കിട്ടും. ഡി പെർപെൻഡിക്കുലർ കിട്ടിയാൽ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടുപിടിച്ച ഡി പെർപെൻഡിക്കുലർ യൂസ് ചെയ്താൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഇറ്റ്സ് എ സിമ്പിൾ വൺ. ഐ തിങ്ക് ആൻസർ 5√13 എന്ന് വരും. ചെയ്ത് നോക്കണം കേട്ടോ. Number of ways of distributing 16 identical orange among 4 persons such that each one gets at least 1 orange. എല്ലാ ആൾക്കാർക്കും അറ്റ്ലീസ്റ്റ് ഒരു ഓറഞ്ച് കിട്ടണം എന്നുള്ള കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് x1 + x2 + x3, x2 + x3 + x4. ദിസ് ഈസ് ഈക്വൽ ടു 16 ആൻഡ് xi വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ദെൻ 16 - 4 + 3, I mean 4 - 1, C3 4 - 1. This much way of distribution is possible. നമുക്ക് പ്രോബ്ലത്തിൽ എന്ത് ചെയ്യാം? ഡിസ്ട്രിബ്യൂഷൻസ് എത്രയാണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് n - r + r - 1 c r - 1. സോ ഇത് ക്യാൻസൽ ചെയ്താൽ n - 1 c r - 1 നമ്പർ ഓഫ് വേസിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഇഫ് ഈച്ച് വൺ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 കണ്ടീഷൻ. ആൻഡ് ദർ ഈസ് നോ കണ്ടീഷൻ. ഇക്വേഷൻ എന്താണ്? ഒരു കണ്ടീഷനും ഇല്ല എങ്കിൽ n + r - 1 c r - 1 വേസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇഫ് ആർക്കൊരു കണ്ടീഷനും ഇല്ല എങ്കിൽ ഇതാണ് നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വരിക. അറ്റ്ലീസ്റ്റ് 1 കണ്ടീഷൻ വന്നാൽ n - 1 c r - 1 ആയിരിക്കും പ്രോബ്ലത്തിൻ്റെ ആൻസർ ആയിട്ട് വരിക. ദെൻ നമ്പർ ഓഫ് 4 ലെറ്റർ വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ ഡിസ്കഷൻ. അതായത് നമ്മൾ ഷോർട്ടിൻ്റെ പെർമ്യൂട്ടേഷൻ്റെ ക്ലാസ്സിലും ഈ പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് ഉണ്ടായിരുന്നു. ആ പറയുന്ന ക്വസ്റ്റ്യന് ബൈനോമിയൽ തിയറത്തിൻ്റെ ഡിസ്കഷനിൽ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് 4 ലെറ്റർ വേർഡ് ക്രിയേറ്റ് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എനിവേ ഇവിടെ ഒന്നും കൂടി പറയാം. PQR
ഇവിടെ 3s ഉണ്ട്, 3s ഉണ്ട്, 2t ഉണ്ട്, ഒരു u, 2v ഉണ്ട്. ദെൻ നമുക്ക് കോമ്പിനേഷൻസ് പോസിബിൾ ആകുക 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ലെറ്റേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ 4 സെയിം ഇല്ല, പിന്നുള്ളത് 3 സെയിം കണ്ടീഷൻ, 3 സെയിം ആൻഡ് 1 ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ചൂസ് ചെയ്യാം. 2 സെയിം 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ചൂസ് ചെയ്യാം, ആൻഡ് 2 സെയിം 2 അതർ സെയിം സിറ്റുവേഷനും ചൂസ് ചെയ്യാം. 2 സെയിം. സോ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള 1 2 3 4 5 6 7, സോ 7c4 ആ ലെറ്റേഴ്സിനെ 4 ഫാക്ടോറിയൽ വേസ് അറേഞ്ച് ചെയ്യാം. 3 സെയിം 1 ഡിഫറെൻറ്റ്, 3 സെയിം ആയിട്ടുള്ള ഒരു കോമ്പിനേഷനേ ഉള്ളൂ. സോ 1c1 ഇൻറ്റു ഇത് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 6 ഡിസ്റ്റിങ്ക്റ്റ് ലെറ്റർ ഉണ്ട്, അതിൽ നിന്ന് ഒരു ലെറ്റർ എടുക്കാം. ആ ലെറ്റേഴ്സിനെ 4 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ വേസ് അറേഞ്ച് ചെയ്യാം. ബിക്കോസ് ഔട്ട് ഓഫ് ദിസ് 4 ലെറ്റേഴ്സ് 3 ഓഫ് ദം ആർ റിപ്പീറ്റിംഗ്. 2 സെയിം 2 ഡിഫറെൻറ്റ്, 2 സെയിം ആയിട്ട് വരുന്ന 3 ബോക്സുകൾ അവൈലബിൾ ആണ്. അതിൽ നിന്ന് ഒരു ബോക്സ് 3c1 വേസിൽ സെലക്ട് ചെയ്തു. നൗ യു ഹാവ് 2 ലെറ്റേഴ്സ്, റിമൈനിങ് ആയിട്ടുള്ള 6 ലെറ്റേഴ്സിൽ നിന്ന് 2 ലെറ്റേഴ്സിനെ 6c2 വേസ് സെലക്ട് ചെയ്യാം. 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ വേസ് റീഅറേഞ്ച് ചെയ്യാം. ദ ലാസ്റ്റ് വൺ 2 സെയിം, സോ സൈസ് സെയിം ആണ് ആൻഡ് സെയിം കോമ്പിനേഷൻ ആണെങ്കിൽ കമ്പൈൻഡ് സെലക്ഷനാണ് നടത്തേണ്ടത്. സോ ഈ 3 കോമ്പിനേഷനിൽ നിന്ന് 2 ലെറ്റേഴ്സിന് 2 ബോക്സ് ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ആൻഡ് 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ അറേഞ്ച്മെൻറ്റ്സ് പോസിബിൾ ആയിരിക്കും. സോ ഇതെല്ലാം കൂടി ടുഗദർ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. വർക്കൗട്ട് ചെയ്ത് നോക്കാം. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്, നമുക്കറിയാം റാങ്ക് ഓഫ് ദി വേർഡ് എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു ഡു ഇറ്റ് ടു യുവർ സെൽഫ്. ഇത് കറക്റ്റ് തന്നെയാണോ സ്പെല്ലിംഗ് എന്നറിയില്ല, എന്തായാലും ഏത് വേർഡാണോ ക്വസ്റ്റ്യനിൽ തന്നത് റാങ്ക് വിത്ത് റിപ്പീറ്റേഷൻ ആണെങ്കിലും വിത്തൗട്ട് റിപ്പീറ്റേഷൻ ആണെങ്കിലും റാങ്ക് കണ്ടുപിടിക്കാൻ പഠിക്കുക. ഒരു ഷിഫ്റ്റിലേ വന്നിട്ടുള്ളൂ, പക്ഷേ അതിനൊരു പോസിബിലിറ്റി ഉണ്ട് കേട്ടോ, അത് ഇനിയും വരാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ ടാൻ ഇൻവേഴ്സ് 4x പ്ലസ് ടാൻ ഇൻവേഴ്സ് 6x ഈക്വൽ ടു π/6. ഇതിൻ്റെ സൊല്യൂഷൻ നോക്കൂ, ഇതിൽ ഒരിക്കലും എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആകില്ല. അപ്പോൾ ഈ പറയുന്ന -1/2√6 ഈ പറയുന്നത് ശരിക്കും 0ൻ്റെയും ഇത് നോക്കൂ, എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയാൽ സംഭവിക്കുക എന്താ, ഇവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള റേഷ്യോ നമ്മൾ എടുക്കുന്ന സമയത്ത് ടാൻ ഇൻവേഴ്സിൻ്റെ നെഗറ്റീവ് റേഷ്യോ എടുക്കുമ്പോൾ ആക്ച്വലി അത് നെഗറ്റീവ് ആംഗിളാണ്, ഇതും നെഗറ്റീവ് ആംഗിൾ. 2 നെഗറ്റീവ് ആംഗിൾ ആഡ് ചെയ്തിട്ട് π/6 ഒരിക്കലും ഫോം ചെയ്യില്ല. സോ ആ പറയുന്നത് നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം, 0ൻ്റെയും 1/2√6 ഇടയിലായിരിക്കും എന്നുള്ളത് ഷുവറാണ്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 4x plus 6x by 1 minus 24x² this equal to π/6. രണ്ട് സൈഡും ടാൻ അപ്ലൈ ചെയ്താൽ 10x by 1 minus 24x² equal to tan π/6 വാല്യൂ 1/√3. സോ 10√3 times of x equal to 1 minus 24x². So 24x² minus plus 10√3 times of x minus 1 equal to 0. So x equal to minus 10√3. This is √3x. 10√3. നമുക്ക് മൈനസ് കോമ്പിനേഷൻ എടുക്കേണ്ട, മൈനസ് എന്തായാലും എക്സിൻ്റെ ആ വാല്യൂ പോസിബിൾ സൊല്യൂഷൻ അല്ല. ബാക്കി b² - 4ac ഇവിടെ 300 4 × 24 96 plus 96 396 divided by 2 times of a, that is 48. 396 നിയർലി 20നോട് അടുത്ത്, സ്ക്വയർ റൂട്ട് 20യോട് അടുത്ത്. അതിൽ നിന്ന് 10√3 സബ്ട്രാക്ട് ചെയ്താൽ 17 പോയിന്റ് സംതിങ് സബ്ട്രാക്ട് ചെയ്താൽ 3 പോയിന്റ് സംതിങ്, ഐ മീൻ 2 പോയിന്റ് സംതിങ് ബൈ 48. ആ വാല്യൂ ദറ്റ് ഈസ് ആക്ച്വലി 1/2√6 ചെറുതാണ് ആൻഡ് ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ ഈ പറയുന്ന ഒരു സൊല്യൂഷൻ ഇവിടെ ഉണ്ടായിരിക്കും. ഓൺലി വൺ സൊല്യൂഷൻ ഈസ് ദർ. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ വെച്ചുകൊണ്ട് ഈ ഇൻ്റർവെല്ലിലെ ഒരു സൊല്യൂഷനേ ഉള്ളൂ. നെഗറ്റീവ് കോമ്പിനേഷൻ നമുക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നൗ ഇവിടെ n ഈസ് ദി നമ്പർ ഓഫ് ഓൺ ദി ഡൈ. ഇതിൽ പ്രോബബിലിറ്റി ഓഫ് വെൻ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഹാസ് യുണീക്ക് സൊല്യൂഷൻ. യുണീക്ക് സൊല്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ
നമുക്കിപ്പോൾ ഇവിടെ ചെയ്യാൻ കുറച്ചും കൂടി ഈസി മെത്തേഡ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്താൽ ഓൾറെഡി ഇവിടെ എക്സിന് ടേം ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്താൽ ദിസ് 2 ക്യാൻസൽ. ഇവിടെ എന്താ വരിക, ദാറ്റ് ഈസ് 2y മൈനസ് എൻ സെഡ് ഈക്വൽ ടു -2 ആൻഡ് ഇവിടെ n-1 ടൈംസ് ഓഫ് y പ്ലസ് സെഡ് ഈക്വൽ ടു 1. രണ്ട് ലീനിയർ ഇക്വേഷന് എന്താണ്, ഇക്വേഷൻ ഹാസ് യുണീക്ക് സൊല്യൂഷൻ ആകണം എന്നുണ്ടെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വൈയും കോഎഫിഷ്യൻ്റ് ഓഫ് സെഡും ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ ആകരുത്. അപ്പോൾ എന്താ വരിക, 2 divided by n-1 is not equal to -n divided by 1. So 2 is not equal to -n square plus n. So n square minus n plus 2 is not equal to 0. So n minus 2 into n plus 1 is not equal to 0. n cannot be 2 or -1. -1 വരില്ല ബിക്കോസ് ഡൈസ് എറിയുമ്പോൾ വരുന്ന നമ്പറാണ് n എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. n is the number on the die when it is rolled. Then probability when system of equation has unique solution. n-ൻ്റെ വാല്യൂ 2ഓ -1ഓ അല്ലാത്ത സമയത്തൊക്കെ ഈ പറയുന്നത് എന്താണ്, യുണീക്ക് സൊല്യൂഷൻ സിറ്റുവേഷൻ ആണ്. യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ n 2 അല്ലാത്ത സമയത്ത് അപ്പോൾ പോസിബിൾ വാല്യൂസ് ഓഫ് n എന്താണ്, ദാറ്റ് ഈസ് 1 3 4 5 6 ഇതിലേതും ആയിട്ടും വരാം. അപ്പോൾ ഇത് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ യുണീക്ക് സൊല്യൂഷൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് യുണീക്ക് സൊല്യൂഷൻ ദറ്റ്സ് ആക്ച്വലി 5 out of 6 ദാറ്റ് ഈസ് 5/6 ആണ് ചാൻസ്. അപ്പോൾ കെയുടെ വാല്യൂ എത്രയാണ്, കെയുടെ വാല്യൂ 5 ആണ്. ദെൻ സം ഓഫ് വാല്യൂസ് ഓഫ് കെ ആൻഡ് ഓൾ വാല്യൂസ് ഓഫ് എൻ, പോസിബിൾ വാല്യൂസ് ഓഫ് എന്നും ഇതും കൂടി സം ചെയ്യുമ്പോൾ 1 + 3 + 4 + 5 + 6 + 5 that will be your final answer. APയിലെ ക്വസ്റ്റ്യൻ ദിസ് ഈസ് വെരി സിമ്പിൾ വൺ. അത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്ന പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഓഫ് AP 6 ആണ്. സം ഓഫ് 6 ടേംസ് ഈസ് 4. സം ഓഫ് ഫസ്റ്റ് 12 ടേംസ് ഓഫ് AP എത്രയെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. APയിൽ AP GP കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ പിന്നെ പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സീരീസുകൾ വെച്ചുകൊണ്ട് മിസലിനിയസ് സീരീസുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതാണ് സീക്വൻസ് ആൻഡ് സീരീസിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, സിമ്പിളാണ്. ആൻഡ് ഇതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എ റെക്റ്റാങ്കിൾ ഈസ് ഫോംഡ് ബൈ ലൈൻസ് ആണ് കേട്ടോ. x equal to 0, y equal to 0, x equal to 3. x equal to 0 എന്ന് പറഞ്ഞാൽ y ആക്സിസ്, y equal to 0 x ആക്സിസ്, x equal to 3 എന്ന് പറയുമ്പോൾ ഈ ലൈന്, ആൻഡ് y equal to 4 എന്ന് പറയുന്ന സമയത്ത് ഈ ലൈന്. എ ലൈൻ പെർപെൻഡിക്കുലർ ടു 3x + 4y + 6 equal to 0 ഡിവൈഡ് ദ റെക്ടാങ്കിൾ ഇൻടു 2 ഈക്വൽ പാർട്ട്. അപ്പോൾ എക്സ് 0 ആകുന്ന സമയത്ത് ഇവിടെ y എന്ന് പറയുന്നത് -നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ ആൻഡ് y 0 ആകുന്ന സമയത്ത് എക്സ് നെഗറ്റീവാണ്. സോ ഈ പറയുന്ന തേർഡ് ക്വാഡ്രൻറ്റിൽ അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റും y ഇൻ്റർസെപ്റ്റും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ലൈൻ ഇങ്ങനെയാണ്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈന് ഈ പറയുന്ന കറസ്പോണ്ടിങ് റെക്റ്റാങ്കിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇത് വൺ ഓഫ് ദി ഡയഗണൽ ആയാൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. സോ ദിസ് ഈസ് ദി ഡയഗണൽ. ഇത് ഏതാണ് ലൈന്, ഡയഗണൽ ആയിട്ടുള്ള ലൈനാണ്. സോ x equal to 3 ആണ്, ഇത് y equal to 4 ആണെങ്കിൽ ദിസ് ഈസ് 3,4 ആൻഡ് ദിസ് ഈസ് 0 0. സോ ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈന് എന്ന് പറയുമ്പോൾ എന്താണ്, ദാറ്റ് ഈസ് 4x - 3y + c equal to 0, ബട്ട് ഇറ്റ് ഈസ് പാസിങ് ത്രൂ ഒറിജിൻ. അപ്പോൾ 0 0 പാസ് ചെയ്യുന്നത് കൊണ്ട് 4x - 3y equal to 0 എന്നുള്ളതാണ് ലൈന്. അങ്ങനെയെങ്കിൽ -1 3/2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചുകൊണ്ട് നേരിട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ പറയാൻ ഒരു കാര്യം കൂടി പറയാം. AGP എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ
അതിലും സീക്വൻസ് ആൻഡ് സീരീസിലുള്ള ക്വസ്റ്റ്യൻസ് AGP എങ്ങനെയാണ്, അതിനൊരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഉണ്ട്. AGP വന്നാൽ ഒരു ഫൈനൈറ്റ് ടേം ആണെന്നുണ്ടെങ്കിൽ എന്താണോ തന്നിട്ടുള്ള എക്സ്പ്രഷൻ്റെ കോമൺ റേഷ്യോ പാർട്ടായിട്ട് വരുന്നത് അതിന് വീണ്ടും ആ എക്സ്പ്രഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു സ്റ്റെപ്പ് മാറ്റി എഴുതി സബ്ട്രാക്ട് ചെയ്ത് അതിനൊരു GP ആക്കി മാറ്റിയതിന് ശേഷം സമ്മ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ വേ ഓഫ് ഡൂയിങ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ മെത്തേഡ് ഉണ്ട്. ആ ഒരു പ്രൊസീജിയറിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കുക. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നായിരുന്നു. സോ AGPയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ കിട്ടിയ മെമ്മറി ബേസ്ഡ് അനാലിസിസുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു റിവ്യൂ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് കോണിക്കാണ്. പിന്നെ സ്റ്റാറ്റിയിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, പ്രോബബിലിറ്റി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് ഇറ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.